അബൂ മൂസൽ അശ്അരി സല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഖുതുബയിൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ തർളിയത്ത് ചൊല്ലുമ്പോ റളിയല്ലാഹു അൻഹു പറയാൻ, തർളിയത്ത് ചൊല്ലുന്ന സമയത്ത് അതാ ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് സുമ്മ സന്നാ ബി ഉമർ ഇബ്നുൽ ഖത്താബ്. അന്ന് ഭരണം നടത്തുന്നത് അബൂ മൂസൽ അശ്അരിയുടെ കാലഘട്ടത്തിൽ ഭരിക്കുന്നത് ബസ്രയിലെ ഖതീബാകുന്ന കാലഘട്ടത്തിൽ അബൂ മൂസൽ അശ്അരി ബസ്രയിലെ ഖതീബാകുന്ന കാലത്ത് ഭരണം നടത്തുന്നത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. അപ്പൊ അമീറുൽ മുഅ്മിനീന്റെ പേര്, രാജാവിന്റെ പേര് ഖുതുബയിൽ പറയുന്നത് പോലെ അമീറുൽ മുഅ്മിനീന്റെ പേര് ആദ്യം പറഞ്ഞു, റസൂലുള്ളാഹിന്റെ പേര് കഴിഞ്ഞിട്ട് പിന്നെയാണ് അബൂബക്കർ സിദ്ദീഖിന്റേതും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റേതും ഒക്കെ പറയാൻ പോകുന്നത്. അതങ്ങോട്ട് പറയേണ്ട താമസം അതാ ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരിയുടെ സദസ്സിൽ നിന്നൊരു മനുഷ്യനങ്ങോട്ട് എഴുന്നേറ്റു. ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി തർളിയത്ത് കൊണ്ട് പ്രാർത്ഥിച്ച് രണ്ടാമത് റസൂലുള്ള കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ അങ്ങേയറ്റത്തെ മുഹിബ്ബ്, ദീനുൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ എഴുന്നേറ്റു. അയാളുടെ പേരെന്താണ് എന്നത് വിവിധ റിവായത്തുകളിൽ വിവിധ രൂപത്തിലാവുന്നത്. അയാളുടെ പേരെന്താണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. നമുക്ക് പേരല്ലല്ലോ വിഷയം, നമുക്ക് ആ വിഷയം കൊണ്ട് പറയാം. പേരെന്തോ ആവട്ടെ, അതുകൊണ്ട് ആ പേരിലേക്ക് പരാമർശിക്കാനേ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അബൂ അബ്ദുല്ലാഹിൽ അൻസാരി ഈ സംഭവം എഴുതുമ്പോൾ പറഞ്ഞു, വഫിസ്മിഹി റിവായാത്തുൽ മുഖ്തലിഫ, പേരിൽ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്, അത് വിടാം, നമുക്ക് വിഷയത്തിന്റെ കടുപ്പാ നോക്കേണ്ടത്. ഒരാൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐന അൻത മിൻ ദിക്രി സാഹിബിഹി അബീ ബക്രിൻ ഖബ്ല. എന്താ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് സിദ്ദീഖിന്റെ പേര്, അവിടുത്തെ കൂട്ടുകാരന്റെ, നബി തങ്ങളുടെ സ്വന്തം കൂട്ടുകാരന്റെ സിദ്ദീഖിന്റെ പേര് പറയുന്നതിന് നിങ്ങൾക്ക് എന്താ തടസ്സമായത്? എന്ത് തടസ്സമുണ്ട്? നബി തങ്ങളുടെ പേര് കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖിന്റെ പേര് പറ എന്ന് പറഞ്ഞു. മാത്രമല്ല ഫഖാല ദാലിക മിറാറാ, അബൂ മൂസൽ അശ്അരിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം കാണാത്തപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുമ്പ് അബൂബക്കർ സിദ്ദീഖിന്റെ പേര് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ശബ്ദം വെച്ച സമയത്ത് ഫകതബ അബൂ മൂസൽ അശ്അരി കിതാബൻ ലി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉടനെ തന്നെ അബൂ മൂസൽ അശ്അരി അന്ന് ജുമുഅയൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്റെ മഹല്ലത്തിലുള്ള ഒരാളെ കുറിച്ച് ഖാദിയാർ പരാതി നൽകി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു എഴുത്ത്. ഇതിലെന്താ ഉള്ളത്? ഒരാൾ എന്നെ ഇങ്ങനെ ഖുതുബ ചോദിക്കുമ്പോ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തിയാ പറഞ്ഞത്. അങ്ങനെ കഥയൊക്കെ വിവരിച്ചുകൊണ്ടൊരു എഴുത്തെഴുതിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ ആളെ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളെ വിളിക്കുന്നുണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം പ്രിയപ്പെട്ട കൂട്ടുകാരെ. ആ സമയത്ത് ഫലമ്മാ ഖദിമ അലാ ഉമർ, ഇദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ലാ മർഹബൻ ബിക വലാ ഹിലാ, എന്തു പണിയാ നിങ്ങൾ ഈ കാട്ടിയത് എന്ന് ചോദിച്ചു. എന്തു പണിയാ നിങ്ങൾ ഈ ചെയ്തത്? നിങ്ങൾ നിങ്ങളുടെ കൗളിയാരെ ചോദ്യം ചെയ്തോ? ഇതൊന്നും അറിയില്ലല്ലോ, എന്താ വിഷയത്തൊന്നും അറിയില്ല. അങ്ങനെയാണ് സംസാരം തുടങ്ങിയത്. എന്താ വിഷയം എന്നറിയാതെ സംസാരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഇന്നി ഖറജ്തു മിൻ ബിലാദി ബിലാ ജുർമിൻ വലാ ഖിയാന. ഞാൻ ഒരു ചതിച്ചതിന്റെ കേസില്, എവിടെയെങ്കിലും വഞ്ചന നടത്തിയതിന്റെ പേരില്, കൊള്ള ചെയ്തതിന്റെ പേരില്, വ്യഭിചരിച്ചതിന്റെ പേരില്, എന്തെങ്കിലും ഒരു കുറ്റവാളിയായിട്ടല്ല എന്റെ നാട്ടിൽ നിന്ന് അങ്ങനെ വരുത്തിയത്. അകാരണമായി എന്റെ നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം എന്നെ നടത്തിച്ചു വരുത്തിയിട്ടുണ്ട് നിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ആദർശബോധം നോക്കിക്കോ. ഇതങ്ങട്ട് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വീർത്തോ, ആരടാ എന്നെ ചോദ്യം ചെയ്യാന്ന് ചോദിച്ചോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഹൽ അൻത വാഹിബുൽ ലീ ദംബി മഅക്, ഞാൻ നിന്നോട് വലിയ തെറ്റാ മോനെ ചെയ്തത്, അത് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ടേ ഇനി വേറെ സംസാരമുള്ളൂ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഇത് കേട്ടപ്പോ ആദ്യം ഉമർ റളിയല്ലാഹു അൻഹു കരയാ ചെയ്തത്, ദീർഘമായി കരഞ്ഞിട്ട് ചോദിച്ചു, നീ എനിക്കത് പൊരുത്തപ്പെട്ടു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഗഫറല്ലാഹു ലക ദംബക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അത് അല്ലാഹു പൊരുത്തപ്പെട്ടു തരട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ അഗ്ലബക അലാ അമീരിക അബീ മൂസൽ അശ്അരി, നിങ്ങളുടെ നേതാവ് അബൂ മൂസൽ അശ്അരിക്കെതിരെ നിങ്ങൾ ഇത്ര പ്രകോപിതനാവാൻ കാരണം എന്താ?
മറുപടി പറയുന്നത് കേട്ടോ. ഫഅഖ്ബറഹുൽ ഖബർ, ഉണ്ടായതൊക്കെ അങ്ങോട്ട് വിവരിച്ചു കൊടുത്തു. ഖുതുബയിൽ റസൂലുള്ളാഹിന്റെ പേര് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പേരാ പറയുന്നത്. നിങ്ങളോട് ബഹുമാനം കുറവുണ്ടായിട്ടല്ല, സിദ്ദീഖുൽ അക്ബറിന്റെ പേര് നിങ്ങളെ മുമ്പിൽ പറയണമെന്ന് ഞാൻ നിർബന്ധിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ വിവരം അങ്ങോട്ട് കേൾക്കേണ്ട താമസം ഫബക്കാ ഉമറു ബുകാഅൻ ശദീദാ. പഠിച്ചവനെ, ഇതാണോ കേസ്? എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖിന്റെ പേരെന്റെ മുമ്പിൽ പറയണമെന്ന് ഈ ആശിഖ് പറഞ്ഞതാണോ വലിയ കുഴപ്പമായി പോയത്? ഓ, എങ്കിൽ ഞാനതിന് പരിഹാരമുണ്ടാക്കാം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തവല്ലാഹി ഔഫഖു മിൻഹു വഅസ്വബ് ജസാകല്ലാഹു ഖൈറാ. മോനെ, ഈ കേസില് സത്യത്തിന്റെ പക്ഷത്തുള്ളത് അവനേക്കാൾ, അബൂ മൂസ അശ്അരിയേക്കാൾ സത്യത്തിന്റെ പക്ഷത്തുള്ളത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. നിങ്ങൾക്കാണ് തൗഫീഖ് ലഭിച്ചത് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ. നിങ്ങളാണ് സത്യത്തിന്റെ പക്ഷത്തുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടണം. മൊത്തം ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, വല്ലാഹി വല്ലാഹി, അല്ലാഹുവാണേ സത്യം, എന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖിനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ആരാണ് അബൂബക്കർ എന്നാ നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ ഉമറിലേക്ക് ചേർത്തി വായിക്കുകയോ നിങ്ങൾ അബൂബക്കറിനെ, അല്ലെങ്കിൽ എന്റെ താഴെ വെക്കുകയോ അബൂബക്കറിനെ ചെയ്യരുത് കേട്ടോ. ആരാണ് അബൂബക്കർ എന്നറിയോ? അല്ലാഹുവാണ് സത്യം. ലയൗമും വലൈലത്തും മിൻ അബീ ബക്കർ ഖൈറുൻ ലീ മിൻ ആലി ഉമർ മില്ലദുൻ വുലിദ ഇലാ യൗമി യുബ്അസ്. ഉമർ എന്ന് ജനിച്ചോ അത് മുതൽ ഖിയാമത്ത് നാൾ വരെ ഉമർ ചെയ്ത മുഴുവൻ ആരാധനകളും, ഉമർ ചെയ്ത മുഴുവൻ സേവനങ്ങളും ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖിന് കൊടുക്കും. സിദ്ദീഖ് അതിന് എനിക്ക് പകരം തരേണ്ടത് യൗമും വലൈലത്തും മിൻ അബീ ബക്കർ, അബൂബക്കറിന്റെ ഒരു രാവും ഒരു പകലും, അത് മാത്രം എനിക്ക് തന്നാ മതി. അതിന് പകരം ഈ ഉമറിന്റെ ജീവിതം, ഉമറിന്റെ കുടുംബത്തിന്റെ ജീവിതം, ഖിയാമത്ത് നാൾ വരെയുള്ളത് മുഴുവനും ഞാൻ പകരം കൊടുക്കും. എന്നാലും എന്റെ കൂട്ടുകാരന്റെ ഒരു പകലിനും ഒരു അന്തിക്കും അത് പകരമല്ല. അപ്പോ സഹാബത്തിനൊക്കെ വലിയൊരാവേശം. ആ രാവും പകലും ഏതാണ് അറിയണല്ലോ. ഇത് വല്ലാത്തൊരു രാവും പകലും ആയിരിക്കുമല്ലോ. ഏതാണ് ആ രാവും പകലും? അവിടെ നിന്ന് ആദ്യം ഇന്ന് വിശദീകരിക്കുന്നു. അമ്മാ ലൈലതുഹു, ആദ്യമായി പറയുന്നത് അതാ അവിടുത്തെ രാത്രിയെക്കുറിച്ചാണ്. കാരണം ഏറ്റവും കടുപ്പുള്ളത് ആദ്യം വിവരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ അത് ഞാൻ പറഞ്ഞു തരണോ? അവർ പറഞ്ഞു, ബലാ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾക്കറിയോ ലമ്മാ ഖറജ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതവജ്ജിഹൻ ഇലൽ ഗാർ സൂറിലേക്ക് മുത്തുനബിയുടെ കൂടെ ഹിജ്റ പോകുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ പുറപ്പെട്ടപ്പോൾ ഹിജ്റ പോവുകയാണ്. നബിതങ്ങളുടെ വീട് വളഞ്ഞിട്ടുണ്ട്. ശത്രുക്കൾ നബിതങ്ങളെ കൊല്ലാൻ, നബിതങ്ങളെ വധിച്ചു കളയാൻ വേണ്ടി ശത്രുക്കൾ വീട് വളഞ്ഞിട്ടു. അതാ എല്ലാ പോക്കിരികളും ആ കൂട്ടത്തിലുണ്ട്. അബൂജഹലൊക്കെ ധിക്കാരപൂർവം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കുടുംബത്തിലും ഓരോരുത്തരും ഇതിൽ പങ്കെടുക്കണം. എന്നിട്ടൊരൊറ്റയാള് വെട്ടും പോലെ 100 ആളുടെ വാളും ഒരുമിച്ച് വീഴണം. എന്തിന്? ഏത് കുടുംബത്തിന്റെ പേരിൽ കേസെടുക്കും എന്നത് കൺഫ്യൂഷൻ ആവണം. ആ രൂപത്തിൽ ഒരുമിച്ച് വെട്ടണം. ഈ തീരുമാനമൊക്കെ എടുത്ത് റസൂലുള്ളാഹിയുടെ വീട് വളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കിടത്തിയുറക്കുന്നത്. ഇതിനു മുമ്പ് വൈകുന്നേര സമയമായപ്പോൾ റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹാ, ആ ഫാത്തിമ ബീവിയെ റസൂലുള്ള പറഞ്ഞയക്കുന്നു, മോളെ ഫാത്തിമ, ഇന്നു നീ നിന്റെ എളാമന്റെ വീട് വരെ പോകണം. ഖദീജ ബീവിയുടെ സഹോദരിയുടെ വീട് വരെ നീ പോകണം എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞയക്കുന്നു. എന്തിനാണ് നിങ്ങൾ എന്നെ എന്റെ ഇളയമയുടെ അടുത്തേക്ക് വിടുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? ഹാലത്തിന്റെ വീട്ടിലേക്ക് നിങ്ങൾ എന്തിനാണ് എന്നെ പറഞ്ഞയക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഒന്നുമല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോളെ, ഇന്ന് ശത്രുക്കൾ എന്റെ വീട് വളയാൻ സാധ്യതയുണ്ട്. ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പൊന്നുപ്പാ, അങ്ങിത് പറയരുതുപ്പാ. കാരണം അങ്ങയെ വെട്ടിക്കറക്കുന്ന സമയത്ത് അതിന്റെ ശേഷം അവരെന്നെയും വെട്ടിക്കറക്കേണ്ടി വരും. അല്ലാതെ നിർവാഹമുണ്ടാവില്ല. എന്നെ കൊല്ലാതെ അങ്ങയെ കൊല്ലാൻ കഴിയില്ല.
നബിയെ ഉപ്പാ പൊന്നുപ്പ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പറഞ്ഞപ്പം ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞു, മോളെ എനിക്ക് അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമുണ്ട് മോളെ, എന്നെ അല്ലാഹു കാത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോൾക്ക് അതുപോലെയുള്ള ഒരു സുരക്ഷ മോളെ അല്ലാഹു ഉറപ്പ് തന്നിട്ടില്ല, അതുകൊണ്ട് മോള് പോകണം. മോളെ ഉപ്പാന്റെ ഒരു രോമത്തിന് പോലും ഒരു പോറലും ഏൽക്കില്ല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയെ പറഞ്ഞയക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പറഞ്ഞയക്കുന്നു. ആ ഫാത്തിമ ബീവി അന്ന് രാത്രി അതാ തന്റെ ഇളയമയോട് വിവരം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ അസ്വസ്ഥയായി കാണപ്പെടുന്ന ഫാത്തിമയോട് അവർ കാര്യങ്ങൾ തിരക്കി. ഫാത്തിമ ബീവി പറഞ്ഞില്ല. ഫാത്തിമ ബീവി പറഞ്ഞു, എന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, പല കാരണങ്ങളും പറഞ്ഞു ഞാൻ മാറി. രാത്രി കിടന്നപ്പോൾ ഞാൻ തലയിണറങ്ങുമ്പോ നട്ടപ്പാതിര സമയത്ത് ഞാൻ ഓർത്തുപോയി, എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ അവസ്ഥ എന്താ? ചുറ്റുപാടും ശത്രുക്കൾ വാളും പിടിച്ചു നിൽക്കുകയല്ലേ. ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉപ്പാക്കൊരു തണിയുണ്ടായിരുന്നത് ഞാനാണ്. എന്നെ പറഞ്ഞയച്ചു, പോവട്ടെ. ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ എന്റെ ഉപ്പാക്ക് താങ്ങും തണലുമായിരുന്ന എന്റെ പൊന്നുമ്മ ഹയാത്തിലില്ലല്ലോ. ഞാൻ ഖദീജയെ കുറിച്ച് ഓർത്തപ്പോ, എന്റെ പൊന്നുമ്മയെ കുറിച്ച് ഓർത്തപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ തലയിണയിലേക്ക് മുഖം അമർത്തിപ്പിടിച്ച് ഒരുപാട് നേരം പൊട്ടിക്കരഞ്ഞു. എന്റെ വീട്ടുകാരി വിവരമറിയരുത്, എന്റെ ഇളയമറിയരുത്, മറ്റുള്ളവരറിയരുത് എന്ന് കരുതിയിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. അതിരാവിലെ നേരം വെളുത്തപ്പോ ഞാൻ വന്നു. ഹരിയാരെ കണ്ടപ്പോഴാണ് വിവരമറിഞ്ഞത്, മുത്തുനബി രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് സമാധാനം വന്നതെന്ന് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങള് യാസീൻ സൂറയിലെ ആദ്യ ഭാഗത്തെ വരികൾ ഓതിക്കൊണ്ട് എന്ന ഭാഗം വരെയുള്ള വരികൾ ഓതിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ഒരു പിടി മണ്ണ് വാരിയിട്ട് ആ മണ്ണ് ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ എല്ലാരെ കണ്ണിലും തട്ടി. കണ്ണിൽ തട്ടിയോടുകൂടെ ഇവർക്ക് ഉറക്കം വന്നു. അവരവിടെ വീണുറങ്ങി. അള്ളാഹുവിന്റെ റസൂൽ ഇറങ്ങി വന്ന് അതാ റസൂലുള്ളാഹി തങ്ങൾ ആരെയും അറിയാതെ ശ്വാസം അടക്കി പിടിച്ച് നടക്കുകയല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബ് അവിടെ വന്നു. എന്തൊക്കെയാ പോക്കിരികളെ, എന്തൊക്കെയാ ധിക്കാരികളെ എന്നൊക്കെ ചോദിച്ച അവരുടെ അടുത്ത് വന്ന് ഒരല്പവും കൂടെ മണ്ണെടുത്ത് അവരുടെയൊക്കെ തലയിലിട്ട് നന്നായി ഉറക്കി. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ നടന്നു നീങ്ങി സിദ്ദീഖുൽ അക്ബറിനെ കൂട്ടി. ആ സിദ്ദീഖുൽ അക്ബറിനോട് നേരത്തെ പറഞ്ഞതാ, നിനക്കെന്റെ കൂടെ വരാൻ അല്ലാഹു സമ്മതം തന്നിട്ടുണ്ട്. വഖാന സാനിയഹു ഫിൽ ഹിജ്റ, ഹിജ്റയിലും രണ്ടാമനാൻ കൂടെ തന്നെയുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നടന്നു നീങ്ങുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതാ നടന്നു നീങ്ങുന്ന സമയത്ത് കണ്ടോ നിങ്ങള്, ജഅല യംശി തൗറൻ അമാമഹു വതൗറൻ ഖൽഫഹു വതൗറൻ അൻ യമീനിഹി വതൗറൻ അൻ ശിമാലിഹി. ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിലാണ്, ഒരിക്കൽ നബി തങ്ങളുടെ പിന്നിലാണ്, ഒരിക്കൽ നബി തങ്ങളുടെ വലതുഭാഗത്താണ്, ഒരിക്കൽ മുത്തുനബിയുടെ ഇടതുഭാഗത്താണ്. മാറി മാറി ഇങ്ങനെ നടക്കുമ്പോൾ മുത്തുനബി ചോദിക്കുകയാണ്, മാ ഹാദാ യാ അബൂബക്കർ, എന്താണ് അബൂബക്കറെ നീ കാട്ടുന്നത്? എനിക്ക് അറിയുന്നില്ലല്ലോ, എന്താണ് നീ കാണിക്കുന്നത്? എന്താ നിനക്കൊരു ഭാഗം ചേർന്ന് നടന്നൂടെ? ഈ നട്ടപ്പാതിര സമയത്ത് എന്തിനാ നീ മാറി 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 നിൽക്കുന്നത്? അവിടുന്ന് മറുപടി പറയുന്നു, യാ റസൂലല്ലാഹ് ബി അബി അൻത വ ഉമ്മി, എന്റെ വാപ്പയും ഉമ്മയും നിങ്ങൾക്ക് ദണ്ഡമാണ്. ഇത് മഹാൻ സഹാബത്ത് പറഞ്ഞിരുന്ന സമർപ്പണത്തിന്റെ പദപ്രയോഗമാണ്. ഇനി എവിടെ വന്നാലും അങ്ങനെ മനസ്സിലാക്കുക. ഇടയ്ക്കിടെ വരും ബി അബി അൻത വ ഉമ്മി, എന്റെ ഉമ്മയും ഉപ്പയും അങ്ങേക്ക് ദണ്ഡമാണ്, അവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും നബിയെ. ഇന്നി അർസുദുക, ഞാൻ അങ്ങേക്ക് കാവല് നിൽക്കുകയാണ് നബിയെ. വാ തഖവ്വഫു അലൈക, എനിക്ക് മുമ്പിൽ നിൽക്കുമ്പോ പേടിയാകുന്ന പിന്നിലൂടെ ശത്രു വരുമോ? നമ്മൾ ശത്രുക്കളെ കിടത്തിയുറക്കിയല്ലേ നബിയെ പോന്നത്. വലത്ത് നിൽക്കുമ്പോ ഇടത്തുകൂടെ വരുമോ എന്ന് തോന്നുകയാണ്, അപ്പം ഇടത്തോട്ട് വരും. മുമ്പിൽ നിൽക്കുമ്പോ പിന്നിലൂടെ വരുമോ എന്ന് തോന്നും, അപ്പോൾ പിന്നോട്ട് വരും. പിന്നിൽ നിൽക്കുമ്പോ മുമ്പിലൂടെ വരുമോ എന്ന് തോന്നും, അപ്പം മുന്നോട്ട് വരും. അങ്ങനെ മാറി മാറി നാലു ഭാഗവും ചേർന്ന് നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അഫ്അലു ദാക മഹബ്ബതൻ ഫീക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെ ആ ഒഴുക്കാണ് നബിയെ നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട അബൂബക്കർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, യാ അബൂബക്കർ ലാ ബഅസ അലൈക, അബൂബക്കറെ നീ കഷ്ടപ്പെടണ്ട. ലാ ബഅസ അലൈക, ഇങ്ങനെയൊന്നും വിഷമിക്കേണ്ടതില്ല അബൂബക്കറെ. ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമില്ലേ, അല്ലാഹു നമ്മളോടൊപ്പമില്ലേ അബൂബക്കറെ, പേടിക്കല്ല. അങ്ങനെയൊന്നും
അങ്ങനെയൊന്നും വിഷമിക്കല്ല, അങ്ങനെയൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമല്ല, നീ നേരെ എന്റെ കൂടെ വാ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നോട്ട് നിന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വഖാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി അലാ അത്റാഫി അസാബിഹി, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എത്തി ഇങ്ങനെ നടക്കുന്ന, കാല് ശരിക്കും നിലത്ത് വെക്കുന്നില്ല. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചത് ഫഖദ് ഹഫിയത്ത് ഖദമാ, മുത്തുനബിയുടെ കാലിൽ ചെരുപ്പില്ല. അതുകൊണ്ട് വളരെ ചെറിയ കട്ടി കുറഞ്ഞ തൊലിയാണ്. കസ്സഹരി ഫീ ശറഫി വൽ ബദരി ഫീ ശറഫി വൽ ബഹരി ഫീ കറമി വദ്ദഹരി ഫീ ഹിമമി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഈ സദസ്സിന് ബൂസീരിയുടെ ബർക്കത്തും കൂടെ കിട്ടട്ടെ, മുത്തുനബിയുടെ ബർക്കത്ത് കിട്ടട്ടെ, അബൂബക്കർ സിദ്ദീഖിന്റെ ബർക്കത്ത് കിട്ടട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പാടി കസ്സഹരി ഫീ തറഫി والبدر في شرفي والبحر في كرمي والدهر في هممي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നബിയേ, അങ്ങ് ഓമനത്വത്തിന്റെ വിഷയത്തിൽ, അങ്ങയുടെ ശരീരത്തിന്റെ മിനുസത്തിൽ, നബിയെ ഓമനത്വം തുളുമ്പുന്ന ശരീരമാണ്, എന്തൊരു മിനുസമാണ് അങ്ങയുടെ ശരീരത്തിന്. ആ മിനുസം നോക്കുമ്പോ അങ്ങൊരു പുഷ്പമാണ് നബിയെ. ഔന്നിത്യത്തിന്റെ സമ്പൂർണതയുടെ വിഷയത്തിൽ വട്ടമൊത്ത ഒരു പൂർണ്ണ പൗർണമിയെ പോലെയാണ് നബിയെ നിങ്ങള്. ഔദാര്യത്തിന്റെ വിഷയത്തിൽ ഈ മക്കൾക്ക്, ഈ ഉമ്മത്തിനെ സഹായിച്ച് അവർക്ക് ഔദാര്യം നൽകി നിങ്ങള് ഔദാര്യത്തിന്റെ വിഷയത്തിൽ കടലമ്മയെ പോലെയാണ്. മനക്കരുത്തിന്റെ വിഷയത്തില് നബിയേ, അങ്ങ് കാലഘട്ടത്തെ വെല്ലുന്ന മനക്കരുത്താൻ. ഏതെല്ലാം ഭൂകമ്പങ്ങൾ നടന്നാലും, എത്ര വലിയ സുനാമികൾ ഉണ്ടായാലും, എത്ര വലിയ പ്രകൃതിക്ഷോഭങ്ങൾ വന്നാലും നബിയേ, തകരാത്ത ഒന്നുണ്ട് ഇവിടെ. ആദ് സമൂഹം തകർന്നിട്ടുണ്ട്, അതേ സമൂത് ഗോത്രം തകർന്നിട്ടുണ്ട്, വൻകിട കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്, വൻകിട പോക്കിരിമാർ തകർന്നിട്ടുണ്ട്, ഹാറൂന് വീണിട്ടുണ്ട്, അതുപോലെ തന്നെ നബിയെ ഫറോവ വീണിട്ടുണ്ട്, എല്ലാവരും വീണിട്ടുണ്ട്. പക്ഷേ കാലഘട്ടം മനക്കരുത്തിൽ പിടിച്ചു നിന്ന ഒരാളുണ്ടെങ്കിൽ അത് കാലഘട്ടമാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഈ ദിവസങ്ങൾക്ക് ഏത് കൊടുങ്കാറ്റിനും ഒരു പോറലുമേറ്റിട്ടില്ല. കാലഘട്ടങ്ങളെ പ്രശ്നങ്ങളെ അതിജയിച്ചിരിക്കുന്നത്, ദുരന്തങ്ങളെ അതിജയിച്ചിരിക്കുന്നത് കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് നബിയെ, അങ്ങ് കാലഘട്ടത്തിന്റെ മനക്കരുത്താൻ. ഏത് പ്രതിസന്ധിയിലും തകരാതെ പതറാതെ നബിയെ അങ്ങ് നിലനിൽക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പാടിയതാണ്. ആ കട്ടി കുറഞ്ഞ തൊലിയില്ലേ, കസ്സഹിരി ഫീ തറഫി എന്ന് പറഞ്ഞ അത് ആ കൂടുതൽ നേരം നടന്നപ്പോൾ മുത്തുനബിയുടെ കാല് പൊട്ടി. ആ കാലിൽ നിന്ന് വേദനിച്ചിട്ട് രക്തം പൊടിയുന്നുണ്ട്, വേദനിച്ചിട്ട് കാല് നിലത്ത് വെക്കാനാവുന്നില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്നത്, നബി തങ്ങൾ ഇങ്ങനെ എത്തി വിരൽ തുമ്പത്താണ് നടക്കുന്നത്. ആ രംഗം ഇങ്ങനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അശ്ഹുവൻ യാ റസൂലല്ലാഹ്, നബിയെ മാപ്പാക്കണം. പാവപ്പെട്ട സിദ്ദീഖ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ നബിയെ. ഖദ് ഹഫിയത്ത് ഖദമാക യാ ഹബീബല്ലാഹ്, നബിയെ അങ്ങയുടെ കാല് പൊട്ടിയിട്ടുണ്ടല്ലോ നബിയെ. നിൽക്കൂ നബിയെ അവിടെ, നിൽക്കൂ നബിയെ അവിടെ, ഞാൻ പരിഹാരം കാണുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, കാല് പൊട്ടിയിട്ടുണ്ട് ശരിയാണ്, വേദനിച്ചിട്ട് ഭൂമിയിലേക്ക് വെക്കാൻ പറ്റുന്നില്ല ശരിയാണ്, പക്ഷേ അത് പറഞ്ഞ് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമോ സിദ്ദീഖേ? ഇതും പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ പറ്റുമോ സിദ്ദീഖേ? ശത്രുക്കളെ ഇറക്കിയല്ലേ നമ്മൾ പോകുന്നത്, അവരുണരുമ്പോഴേക്ക് നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്തണ്ടേ? 6 സൗറിലെത്തേണ്ടതില്ലേ? അവിടത്തേക്ക് വാഹനം തയ്യാറാക്കി മറ്റൊരാളോട് കൊണ്ടുവരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുവരെ നടന്നാ പോകുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, നിങ്ങൾ ഇവിടെ വിശ്രമിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണെന്നല്ല പറഞ്ഞത്. അങ്ങേക്ക് പൊരുത്തമാണോ നബിയെ? അങ്ങേക്ക് ഇഷ്ടമാണോ? ഇന്നി അഹ്മിലുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ്,
അങ്ങ് ഒരു കൊച്ചു പൈതലിനെ പോലെ അങ്ങേ ഞാൻ എടുത്തെന്റെ തോളിലിടും നബിയേ എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫഹമലഹു അലാ കാഹിനിഹി, റസൂലുള്ളാഹിനെ എടുത്ത് തോളിലേക്ക് ഇങ്ങട്ടു. അതാ നടന്നു നീങ്ങുന്നു. വജഅല യസ്തബ്ദു ബിറസൂലില്ലാഹി ഹത്താ അതാ ഫമൽ ഗാർ, നബി തങ്ങളെയുമായി വലിഞ്ഞു നടന്ന ആരെയാ എടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഹിജ്റ പോകുന്ന ദിവസത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വയസ്സ് എത്രയാണെന്ന് ചിന്തിക്കണോ? 10 വയസ്സുള്ള മോൻ വീണു, ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞാൽ അവനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക്, വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് കാറിലേക്ക് എടുത്തു വെക്കാം. ഹോസ്പിറ്റലിലെത്തി അവിടെ നിന്ന് വാർഡിലേക്ക് എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു തോളിലിട്ടാൽ നമുക്ക് അത് ക്ഷീണമാണ്. നാം മോനോട് ചോദിക്കുന്നു, മോനെ 2 തോളും ഞാനും എളാപ്പയും താങ്ങിത്തരാ, നീ നടക്കോ നാ ചോദിക്കുന്നത്. 4 വയസ്സുള്ള കുഞ്ഞൻ നടക്കാൻ മടിക്കുമ്പോൾ നമ്മൾ അവനെ എടുത്തു നടക്കുന്നു. തൊട്ടടുത്ത പെട്ടിക്കട കാണുമ്പോ നമ്മൾ അവന് നല്ല ഒരു മഞ്ച് വാങ്ങിത്തര മോനെ, ഒരു മിഠായി വാങ്ങിത്തര ഉപ്പ, നീ നടക്കുമോ എന്ന് ചോദിച്ചിട്ട് തൽക്കാലം ആ ഭാരം ഇറക്കി വെക്കുന്നു. അതേ 4 വയസ്സുള്ള ഒരു കുട്ടിയെ എടുക്കുമ്പോഴേക്ക് ക്ഷീണിക്കുന്ന നമ്മള് 10 വയസ്സുള്ള ഒരു കുഞ്ഞനെ എടുക്കുന്നത് ആലോചിക്കാൻ പോലും വയ്യാത്ത നമ്മള് ചിന്തിക്കണം. ഹിജ്റയുടെ രാത്രിയില് ആരാരും കാണുന്നില്ല, ഇത് കാണാൻ പടച്ച റബ്ബേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ എടുത്ത് തോളിലിട്ടത് ആരെയാണെന്നറിയോ? ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി. നാളെ സിദ്ദീഖിനെ കൂട്ടും സ്വർഗത്തില്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രായം എത്രയാണ്? ചിന്തിക്കൂ. ഹിജ്റ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രായം എത്രയാണ്? എത്ര വയസ്സുണ്ട് റസൂലുള്ളാഹിക്ക് ഹിജ്റ പോകുമ്പോൾ സദസ്സിലുള്ളവർക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. 53 വയസ്സ് അല്ലേ? 52-ലല്ലേ ഇസ്രാ മിറാജ് സംഭവിക്കുന്നത്? തൊട്ടടുത്ത കൊല്ലാണല്ലോ ഹിജ്റ. 53 വയസ്സുള്ള നബിതങ്ങളെ പിടിച്ച് തോളിലിട്ടിരിക്കുന്നത് ആരാണ്? 52 വയസ്സ്, 51 വയസ്സും ചില്ലറയുള്ള ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എടുത്തങ്ങനെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നാലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗുഹാമുഖത്തെത്തിച്ച് അൻസലഹു, അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളെ സിദ്ദീഖുൽ അക്ബർ തോളിൽ നിന്ന് എടുത്ത് ഇറക്കി വെച്ചു. ആ ഫലമ്മാ വദഅഹു ദഹബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിയദ്ഖുല, അവിടെ ഇറക്കി വെച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇനി സിദ്ദീഖിനെ വിഷമിപ്പിച്ചുകൂടെ, സിദ്ദീഖ് ഒരുപാട് എനിക്ക് വേണ്ടി സഹിച്ചതാണ്. ആ സിദ്ദീഖ് അവിടെ ഇറക്കി വെച്ചപ്പോ ഇനി നമ്മൾ ഗുഹയിലേക്ക് കയറിയിരിക്കാന്ന് പറഞ്ഞു. ആ ഗുഹയിലേക്ക് അങ്ങ് കയറിയിരിക്കാൻ നോക്കുമ്പോൾ നബിയോട് പറയുന്നു, വല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യവുമായി നിങ്ങൾ നിയോഗിച്ച റബ്ബ് സാക്ഷി. നബിയെ, സത്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിയോഗിച്ച റബ്ബ് സാക്ഷിയാണ് നബിയെ. വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തദ്ഖുൽഹു ഹത്താ അദ്ഖുലഹു, നിങ്ങൾ ആ ഗുഹയിലേക്ക് കടക്കരുത് പാവപ്പെട്ട സിദ്ദീഖ് കടക്കുന്നതുവരെ. സിദ്ദീഖ് കടന്നിട്ട് കടക്കാം. എന്താ കാരണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഫഇൻ കാന ഫീഹി ശൈഉൻ യുദീക്, നിങ്ങൾക്ക് ശല്യം ചെയ്യുന്ന വല്ല സംഗതികളും ആ ഗുഹക്കകത്തുണ്ടെങ്കിൽ നസല ഫീ ഖബലക്, നബിയെ നിങ്ങൾക്ക് എത്തുന്നതിന്റെ മുമ്പ് ആ വിഷമം എനിക്കെത്തിക്കോട്ടെ. വല്ല വിഷജന്തുക്കളും ഉണ്ടെങ്കിൽ, മറ്റു വല്ല വന്യജീവികളും ആ ഗുഹക്കകത്തുണ്ടെങ്കിൽ, 2 ആൾക്ക് കയറിയിരിക്കാൻ പറ്റിയ ഗുഹയാണ്. ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് എന്നറിയില്ല, ആരും കാണാത്ത ഒരു മലമ്പ്രദേശത്ത്. അതേ സൗർ മലയിലുള്ള ഈ ഗുഹ, ഈ ഗുഹയിൽ കടന്നിരിക്കുന്ന സമയത്ത്, കടന്നിരിക്കാൻ നേരത്ത് പറയുന്നു, അതിന് വല്ല ആപത്തുമുണ്ടെങ്കിൽ അതെനിക്ക് വന്ന് സംഭവിക്കട്ടെ, നബിയെ നിങ്ങൾ കയറരുത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ കേറിയിട്ട് വൽതമസബിയദിഹി, തന്റെ കൈ കൊണ്ട് ഇങ്ങനെ തപ്പി നോക്കി വല്ലതുമുണ്ടോ. ഇരുട്ടാൻ, അതുകൊണ്ട് കൈ കൊണ്ട് നോക്ക് നിങ്ങൾ. ഒരു വലിയ മൂർഖനതിലുണ്ടെങ്കിൽ ആ തപ്പലിൽ പെട്ടാൽ എത്രമാത്രം ഭയാനകമായിരിക്കും. ഒരു വെളിച്ചവുമില്ല. കേറിയിട്ട് കൈ കൊണ്ട് ആകെ ഇങ്ങനെ തപ്പി നോക്കി, ഫലം യജിദ് ഫീഹി ശൈആ, ഒന്നുമില്ലെന്ന് ബോധ്യപ്പെട്ടു. ഫഹമലഹു, 2ാമത് ഗുഹാമുഖത്തേക്ക് വന്നിട്ട് നബിതങ്ങളെയും എടുത്ത് വീണ്ടും തോളിലിട്ടിട്ട് ഫഅദ്ഖലഹുൽ ഗാർ,
നോണ്ട് നബിതങ്ങളെ തോളിലിട്ടിട്ട് സിദ്ദീഖുൽ അക്ബർ ഗുഹയിലേക്ക് കടക്കുകയാണ്. ഗുഹയിലേക്ക് കടന്നിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ വകാന ഫീഹി ഖർഖും ഫീഹി ഹയ്യാത്തും വഅഫാഇൻ, ധാരാളം സർപ്പങ്ങളും അതുപോലെ തന്നെ തേളുകളും ഒക്കെ കുടിയിരിക്കുന്ന ഒരു മാളമതിലുണ്ട് ഉണ്ടായിരുന്നു എന്ന് പിന്നെയാ മനസ്സിലാകുന്നത്. അത് ഉണ്ടായിരുന്നു, ചരിത്രം എഴുതുന്നത് പിന്നെയാണല്ലോ. അപ്പോ സർപ്പങ്ങളും അതുപോലെ തന്നെ തേളുകളുമൊക്കെ കുടിയിരിക്കുന്ന ഒരു ദ്വാരം അതിലുണ്ട്. ആ ദ്വാരം അടക്കാനൊന്നുമില്ല. ആ സമയത്ത് ഫഖശിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു അൻ യഖ്റുജ മിൻഹാ ശൈഉൻ യുഅദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅൽഖമഹു ഖദമഹു, അതിൽ നിന്ന് വല്ലതും പുറത്തു വന്ന് നബിയെ ഉപദ്രവിക്കോ, നബി തങ്ങൾക്ക് ദേഹോപദ്രവം വരുത്തോ എന്ന് പേടിച്ചിട്ട് അതാ തന്റെ കാല്, തന്റെ പാദം, ആ പാദം കൊണ്ട് ആ വലിയ ദ്വാരം അങ്ങോട്ട് അടച്ചു വെച്ചു. കാല് കൊണ്ടോ അങ്ങോട്ട് അമർത്തി പിടിച്ചു, അതങ്ങ് പ്രസ് ചെയ്ത് പിടിച്ചു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അതാ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഒരുപാട് ക്ഷീണമുള്ളതല്ലേ, ഒന്ന് കിടന്നുറങ്ങിക്കോളൂ നബിയേ. സിദ്ദീഖിന് ക്ഷീണമില്ലേ? അള്ളാഹുവിന്റെ ഹബീബിനെ തോളിലിട്ട ആ സിദ്ദീഖ് വന്നത് തന്റെ കൂട്ടുകാരന് വേണ്ടി സർവവും സമർപ്പിച്ച കൂട്ടുകാരൻ. എത്ര ഭംഗിയായിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സിദ്ദീഖിന്റെ ജീവിതം. എന്തൊരു സമർപ്പണമാണ്. സിദ്ദീഖ് പറയുന്നു, ഉറങ്ങിക്കോളൂ, നബി തങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് കിടക്കുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകുകയാണ്. മടിയിൽ കിടന്നങ്ങുറങ്ങി. ആ സമയത്താണ് ഇതിനകത്തുള്ള തേളുകളും പാമ്പുകളും കൂടെ ആഞ്ഞു കൊത്തുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ. ഫജഅൽന യദ്രിബ്നഹു വയൽസഅനഹു, കൊത്താനും കടിക്കാനും തുടങ്ങി. വജഅലതു ദുമൂഉഹു തൻഹദിറു അലാ ഖദ്ദൈ, പിടിച്ചു നിന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. കാലനക്കിയില്ല. എന്തേ കാലനക്കാതിരുന്നത്? ഞാൻ കാലങ്ങോട്ട് വലിച്ച വേദനയുണ്ട്. കാല് വലിച്ചാല് ആ ദ്വാരത്തിലുള്ള വിഷജന്തുക്കൾ ഇങ്ങോട്ട് ചാടുമെന്ന് ഭയമുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഞാൻ കാലനക്കിയാല് മുഹമ്മദുർ റസൂലുള്ളാഹി, എന്റെ ഹബീബിന്റെ ഉറക്കം കെട്ടുപോകുമോ എന്ന ഭയമുണ്ട്. നബി തങ്ങൾ സുഖമായി ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാം സമർപ്പിച്ചവിടെ ഇരിക്കുകയാണ്. നല്ല വേദനയുണ്ട്. കാലിനെ നിയന്ത്രിച്ചു, കയ്യിനെ നിയന്ത്രിച്ചു, നാക്കുകൊണ്ടൊരു വാക്ക് പറഞ്ഞില്ല. ഒന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ, ഹോ എന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ മുത്തുനബി ഉണരുമായിരുന്നു. നിലവിളിച്ചില്ല, കയ്യനക്കിയില്ല, കാലനക്കിയില്ല, തന്റെ ഉടൽ അനങ്ങിയില്ല. ഇരിക്കുന്നിടത്തിരുന്നു, ഉറച്ചിരുന്നു. കാലിനെ നിയന്ത്രിച്ചപ്പോൾ, തന്റെ നാക്കിനെ നിയന്ത്രിച്ചപ്പോൾ, തന്റെ മനസ്സിനെ നിയന്ത്രിച്ച സിദ്ദീഖിന് അതേ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുനീര്, അറിയാതെ ചൂടുള്ള കണ്ണുനീര് മടിയിൽ കിടക്കുന്ന മുത്തുനബിയുടെ പൂമുഖത്തേക്ക് അങ്ങ് ചുറ്റു വീണു. ആ സമയത്ത് മുത്തുനബി അങ്ങ് ഉണരുകയാണ്. മുത്തുനബിയുടെ കവിളിലൂടെ ബഹുമാനപ്പെട്ടവരുടെ കണ്ണുനീരൊലിച്ചപ്പോൾ മുത്തുനബി ഉണർന്നു. ഉണർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് സിദ്ദീഖ് കരയുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, മാലക യാ അബൂബക്കർ, മാലക യാ അബൂബക്കർ, അബൂബക്കറെ എന്തു പറ്റി അബൂബക്കറെ നിനക്ക്? എന്തേ പറ്റിയതെന്റെ കൂട്ടുകാരാ, പറ, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? വിവരങ്ങളൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചാടി എഴുന്നേറ്റ് ആ കാലിങ് വലിച്ച് മുബാറക്, നബി തങ്ങളുടെ ബറക്കത്താക്കപ്പെട്ട ഒരൽപ്പം തുപ്പുനീരെടുത്ത് ആ തുപ്പുനീരെടുത്തിട്ട് കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾക്കൊന്നും ബറക്കത്തില്ല എന്ന് പറയുന്നവർ കരുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തുപ്പുനീരെടുത്തിട്ട് ആ ബറക്കത്താക്കപ്പെട്ട തുപ്പുനീര് അതാ ബറക്കത്താക്കപ്പെട്ട കാലിൽ പുരട്ടിക്കൊടുക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കാലിൽ നിമിഷം മുതൽ ആ വിഷം തീണ്ടിയ വേദന മഹാനവറുകൾക്ക് അവസാനിച്ചു. ശിഫയായി പൂർണ്ണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖിനോട് പറയുകയാണ്, ലാ തഹ്സൻ യാ അബൂബക്കർ, അബൂബക്കറെ വിഷമിക്കണ്ടട്ടോ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് അബൂബക്കർ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് അബൂബക്കർ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അറിയോ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അറിയുമോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അറിയുമോ ഈ പരാതിക്കാരനായ സഹോദരനോട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഇതാണ് എന്റെ കൂട്ടുകാരന്റെ ഒരു രാത്രി. ഈ രാത്രി സിദ്ദീഖ് ഉമറിന് തരുമെങ്കിൽ ഉമറിന്റെ മുഴുവൻ ജീവിതവും ഞാൻ സിദ്ദീഖിന് സമർപ്പിച്ചുകൊള്ളാം. ഈ ഒരൊറ്റ രാത്രി എനിക്ക് തന്നാൽ മതി. വല്ലദീന ആമനൂ ബിഹി വഅസ്സറുഹു വനസറുഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്തുൽ അഅറാഫിന്റെ 157ാമത്തെ ആയത്താ ഞാൻ ഓതിയത്. നബിതങ്ങളിൽ വിശ്വസിക്കുകയും നബിതങ്ങളെ ആദരിക്കുകയും നബിതങ്ങളെ ബഹുമാനിക്കുകയും പ്രതിസന്ധി ഘട്ടത്തിൽ നബിതങ്ങളെ സഹായിക്കുകയും വനസറുഹു,
എന്തൊരു സഹായമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. നബി തങ്ങളോട് കൂടെ ഇറക്കപ്പെട്ട ആ വെളിച്ചത്തെ പിന്തുടർന്ന് നബി തങ്ങളെ പൂർണ്ണമായി ഇത്തിബാ ചെയ്ത് അനുധാവനം ചെയ്ത് ജീവിക്കുകയും ചെയ്തവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. അതിലെ ഒന്നാമത്തെ മെമ്പറാരാ? അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സംശയിക്കണ്ട. ഫഹാദിഹി ലൈലതുഹു, ഇതാണ് മഹാനവറുകളുടെ ഒരന്തി, ഒരു രാത്രി. ഇനിയൊരു പകലുണ്ട്. ഇത് പറയുമ്പോഴേക്ക് ഞങ്ങളോട് നിശ്ചയിച്ച സമയം കഴിഞ്ഞു. ഏതായാലും നമുക്കൊരു 5 മിനിറ്റ് ഉണ്ട്, അതിലധികം ഞാൻ എടുക്കില്ല. വലിയൊരു സംഭവമാണ്, ചുരുക്കി അങ്ങോട്ട് പറയാം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ദിനമാണത്. പകല് എന്ന് പറഞ്ഞ് റസൂലുള്ള വഫാത്തായപ്പോഴേക്ക് എന്തെല്ലാം ഒച്ചപ്പാടുകൾ അല്ലേ. ഒരു കൂട്ടർ നിസ്കരിക്കൂല, ഒരു കൂട്ടർ നിസ്കരിക്കും സ്വതക്ക കൊടുക്കൂല, ഒരു കൂട്ടർ നിസ്കരിക്കൂല സ്വതക്കയും കൊടുക്കൂല. അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ നാളെ ഇൻഷാ അല്ലാഹ് ആദർശ കൊട്ടാരത്തിലെ രാജാവ് എന്ന സമയത്ത് ബഹുമാനപ്പെട്ട റളിയല്ലാഹുവിന്റെ മനക്കരുത്തി നാളെ അവതരിപ്പിക്കാം. ഇന്ന് ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി ഇന്നൊരാളങ്ങ് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഗർദിക്കുകയാണ്. വാളിങ്ങോട്ട് ഊരിപ്പിടിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ള വഫാത്തായി ആര് പറഞ്ഞാലും ഞാൻ അവന്റെ തലയെടുക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ കാരണം? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് അന്ന് തൂരിസീനാ പർവ്വതത്തിലേക്ക് പോയപ്പോ 40 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ തിരിച്ചു വന്നത്. അപ്പൊ ഇത്രയും ദിവസം കാണാനില്ലാതെയായപ്പോ ഇസ്രായേലികൾ പറഞ്ഞു മൂസാ നബി അലൈഹി ഇസ്ലാം മരിച്ചിരിക്കുന്നു. അങ്ങനെ ഹാറൂൻ നബിയെ ഏൽപ്പിച്ചിട്ടാ പോയത്, ഇനി നമുക്ക് ഹാറൂനെ ഉള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. മുസാ നബി മരിച്ചു. സംഭവം കുറച്ച് കഴിഞ്ഞപ്പോ മുസാ നബി തിരിച്ചു വന്നു എന്നതുപോലെ ഇതൊരു ബോധക്ഷയം മാത്രമാണ്. തിരിച്ചു വരും, തിരിച്ചു വരും. എന്റെ ഹബീബ് അവിടെ നിന്ന് എഴുന്നേൽക്കും. അല്ലാന്ന് പറയുന്നവരുടെ തല ഞാൻ വെട്ടും എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇരുന്നു പോയി, അന്തിച്ചിരുന്നു പോയി. ഒരു വിഭാഗം ആളുകള് അതാ ആ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണവാർത്ത അറിഞ്ഞതോടുകൂടെ ആകെ അന്തം വിട്ട് നിലത്ത് ബോധം വീണുപോയവര് ഇങ്ങനെയൊക്കെ പലരുമുണ്ട്. ആ കൂട്ടത്തിലേക്കാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വാർത്ത അറിഞ്ഞപ്പോഴേക്ക് അതാ കേറി വരുന്നു. കേറി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നിന്ന് മുണ്ടിങ്ങോട്ട് നീക്കി കുനിഞ്ഞു നിന്നിട്ട് മുത്തുനബിയുടെ 2 കണ്ണുകൾക്കിടയില് കൃത്യമായിട്ട് 2 കണ്ണുകൾക്കിടയില് ഒരു ചുംബനം അങ്ങ് നൽകി. ആ ചുംബിച്ച സമയത്ത് ഓ മസഹ അതാ അവിടെ നിന്നിങ്ങോട്ട് എഴുന്നേറ്റിട്ട് കണ്ണിൽ നിന്ന് പൊടിഞ്ഞ കണ്ണുനീര് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു തുടച്ചു. തനിക്ക് സങ്കടം കൊണ്ട് കണ്ണുനീര് വന്നു. ആ കണ്ണുനീരങ്ങ് തുടച്ചിട്ട് ആ ജനാസക്ക് മുമ്പിൽ നിന്ന്, സറഫാക്കപ്പെട്ട ജനാസയുടെ മുമ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറയാൻ, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ദണ്ഡമാണ് കേട്ടോ. വനഫ്സി വാഹിലി, എന്റെ ശരീരവും എന്റെ കുടുംബവും എല്ലാം അങ്ങേക്ക് തരാം. നിങ്ങൾ വഫാത്തായി കിടക്കുമ്പോഴും നിങ്ങൾ ജീവിക്കുമ്പോഴും എന്തൊരു നല്ല ആളായിരുന്നു. നിങ്ങൾ മൗത്താകുന്നതോടുകൂടെ എല്ലാം കഴിഞ്ഞു എന്ന് ഞങ്ങൾ പറയില്ല. നിങ്ങൾ ഹയാത്തിലാണെങ്കിലും നിങ്ങൾ മൗത്തായാലും നിങ്ങൾ വഫാത്തായാലും വല്ലാത്ത മനുഷ്യനാണ്. നബിയെ, നിങ്ങൾ വിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ വിലക്കിയിട്ടില്ലായിരുന്നെങ്കിൽ, അനിൽ ബുഖാസ്, കരയരുത് എന്നങ്ങ് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, മയ്യത്തിന്റെ പേരിൽ സങ്കടപ്പെട്ട് കരയരുത് എന്നങ്ങ് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ പേരില്, അങ്ങയുടെ പേരില് ഞങ്ങൾ കണ്ണീർ പൊടൊടുക്കുമായിരുന്നു ഈ കൂടിയ ജനം. പക്ഷേ അങ്ങ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പരിധി വിട്ട് കരയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കണ്ണീരിലൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ നന്നായി ക്ഷമിച്ചു. നിർമ്മല ഹൃദയനാണ് ബഹുമാനപ്പെട്ടവര്. വളരെ സഹൃദയനാണ്, വളരെ വളരെ ലോല ഹൃദയനാണ്. ആ ലോലമനസ്കനായ സിദ്ദീഖ് കാട്ടിയ ധീരത ഈ ധീരനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അത്ഭുതപ്പെടുത്തിയെന്ന്. എന്നിട്ട് പറയുകയാണ്, അങ്ങ് വിരോധിച്ചത് കൊണ്ട് മാത്രം കണ്ണീർ പൊഴൊഴുക്കുന്നില്ല. അതുകൊണ്ട് നബിയെ, അവസാനമായി അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. അല്ലാഹുമ്മ അബ്ലിഗ്ഹു അന്നസ്സലാം. പടച്ചവനെ, ഞങ്ങളുടെ നബിക്ക് ഞങ്ങളിൽ നിന്നൊരു സലാം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് പറയാൻ. അല്ലാഹുമ്മ അബ്ലിഗ്ഹു അന്നസ്സലാം. എന്നിട്ട് പിന്നെ നബി തങ്ങളെ വിളിച്ചു, ഉദ്കുർനാ യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് ഇൻദ റബ്ബിക്. നബിയെ, ആരോടാ പറയുന്നത്? വഫാത്തായി കിടക്കുന്ന നബിയോടാ പറയുന്നത്. ആരാ പറയുന്നത്? റസൂലുള്ളാഹിയിൽ നിന്ന്
ദീന് കണ്ടുപഠിച്ച ഒന്നാമത്തെ മെമ്പർ അബൂബക്കർ എന്ന് ഇന്നാമന്നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂബക്കർ എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച, എനിക്ക് ഇത്രത്തോളം കടപ്പാടുള്ള ഒരു മഹാനില്ല എന്ന് പഠിപ്പിച്ച അബൂബക്കറിന്റെ അമല് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും അമലിനേക്കാൾ മുൻതൂക്കമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ആ ആദർശ കൊട്ടാരത്തിലെ രാജാവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മുബ്തദിഉകൾക്ക് എന്ത് പറ്റിപ്പോയി, ബിദ്അത്തുകാരൻ എന്ത് പറ്റിപ്പോയി, ഈ തലതിരിഞ്ഞ കക്ഷിക്ക് എന്ത് പറ്റിപ്പോയി? അവിടുന്ന് പറയാൻ ഉദ്കുർനാ ഇൻദ റബ്ബിക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോ ഞങ്ങളെയൊക്കെ ഒന്ന് ഓർക്കണേ നബിയേ, ഈ പാവപ്പെട്ട സിദ്ദീഖിനെയും കൂട്ടുകാരെയും ഓർക്കണേ നബിയേ. ഉദ്കുർനാ ഇൻദ റബ്ബിക് വൽനകും മിൻ ബാലിക് വൽനകും മിൻ ബാലിക്, അങ്ങയുടെ ശ്രദ്ധയിൽ ഞങ്ങളും ഇരുന്നോട്ടെ, അങ്ങയുടെ ശ്രദ്ധയിൽ ഞങ്ങളും ഉണ്ടാവണട്ടോ. വൽനകും മിൻ ബാലിക്, അങ്ങയുടെ ശ്രദ്ധയിൽ പാവപ്പെട്ട ഞങ്ങളും ഉണ്ടാവട്ടെ. എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ പാടി അഅതീകു വൈഹക ഇന്ന ഹുബ്ബക ഖദ് സവാ വബഖീത മുൻഫരിദൻ വഅൻത ഹസീറു യാ ലൈതനി മിൻ ഖബ്ലി മഹ്ലകി സാഹിബി ഫുയിബ്തു ഫീ ജദതിൻ അലയ്യ സുഹൂറു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടുകയാണ്, ഓ അതീഖായ സിദ്ദീഖേ. അതീഖ് എന്നത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഓമന പേരാ. ആളെ പറയുന്നുണ്ട് അതീഖു, നരകമോചിതൻ എന്നാണ് അതിന്റെ അർത്ഥം. അതീഖു, ഓ അതീഖേ, അതീഖായ സിദ്ദീഖേ, വൈഹക് നിന്റെ ഖേദമടാ, ഇന്ന ഹിബ്ബക ഖദ് സവാ, നിന്റെ പ്രിയപ്പെട്ട തോഴനതാ മണ്ണോട് തരുകയാണ്. ഖദ് സവാ വബഖീത മുൻഫരിദൻ വഅൻത ഹസീറു, ഖേദവും പേറി നീ ഒറ്റയ്ക്ക് നീ ഭൂമിയിൽ കഴിയണമല്ലോ. ഇന്ന് മുതൽ നിന്റെ കൂട്ടുകാരനില്ല. യാ ലൈതനി മിൻ ഖബ്ലി മഹ്ലകി സാഹിബി, എന്റെ കൂട്ടുകാരന് നാശം വരുന്നതിന്റെ മുമ്പ് ഞാൻ എന്നെ മറക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു മണ്ണറയിൽ, ഒരു ഖബറിൽ കൊണ്ടുപോയി, ഒരു കൊഴിയിൽ കൊണ്ടുപോയി എന്നെ വെച്ചിരുന്നെങ്കിൽ അലയ്യ സുഹൂറു, എന്റെ മുകളിൽ ഇങ്ങനെ കല്ലുകൾ പാകി വെച്ചിട്ടുണ്ട്, എന്റെ മുകളിൽ കല്ലുകൾ പാകി വെച്ച് എന്നെ ഖബറടക്കിയിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാരൻ വഫാത്താകുന്നതിന്റെ മുമ്പ് എത്ര നന്നായിരുന്നേനെ. അഭിലഷിക്കുകയാ. എന്നിട്ട് ഇതും പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങിയിട്ട് അതാ പള്ളിയിലേക്ക് കടന്നു വരുന്നു, മസ്ജിദുൻ നബവിയിലേക്ക്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വാളുമൂരി പിടിച്ചു നിൽക്കുന്നുണ്ട്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സാന്ത്വനിപ്പിക്കണം, അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ആശ്വസിപ്പിക്കാനുണ്ട്. കടന്നിങ്ങ് വന്നപ്പോൾ ഉമറിനോട് മാറി നിൽക്ക്, മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തോട് വിട പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖിനെ നേരെ തിരിയാൻ ഒരുങ്ങുകയാണ്. ഉമറിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് സിദ്ദീഖ് ഇങ്ങ് മാറി നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി. അവിടുന്നതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പ്രസംഗിക്കുകയുണ്ടായി. മിമ്പറിൽ കയറിയിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചു, ഹംദും സലാത്തും ഒക്കെ ചൊല്ലിയതിനു ശേഷം അവിടുന്ന് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നഹു മൻ കാന യഅ്ബുദു മുഹമ്മദ, മുഹമ്മദിനെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ, മുഹമ്മദ് മുസ്തഫയെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദുർ റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട് കേട്ടോ. അല്ല, വമൻ കാന യഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത് അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ പേടിക്കണ്ട, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരിക്കൂല. എന്നിട്ട് അങ്ങോട്ട് ഓതി ഒരായത്ത്. എന്താണ് ആയത്ത്? ബിസ്മി അഊദു ബിസ്മി ഓതിയിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഗലബതും അലാ അഅഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ ശേഷം ഇറങ്ങൂലല്ലോ, ആദ്യമുള്ളതാ. ഈ ആയത്ത് അങ്ങോട്ട് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവാചകരാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അവിടുത്തെ മുമ്പും ഒരുപാട് പ്രവാചക പരമ്പര കഴിഞ്ഞുപോയിട്ടുണ്ട്, അവരാരും ഇവിടെ ജീവിച്ചിട്ടില്ല. അതുപോലെ ഒരു നബി തന്നെയാണ്, അവരിൽ ഏറ്റവും ഉത്കൃഷ്ടരായ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഇമ്മാത, അതുകൊണ്ട് ഈ മുഹമ്മദ് നബി എപ്പോഴെങ്കിലും വഫാത്തായെങ്കിൽ, ഔ ഖുതില, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടെങ്കിൽ, സാങ്കല്പികമായി ഖുർആൻ എന്ന് പറയാണ്, ഇൻഖലബതും അലാ അഖാബികും, നിങ്ങളൊക്കെ മുർത്തദാവുകയോ,
നിങ്ങളൊക്കെ നിങ്ങളുടെ മടമ്പുകളുടെ മേൽ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ വന്നിടത്തേക്ക് തന്നെ പോകെ റസൂലുള്ള ഇല്ലെന്ന് കരുതി ഇൻഖലബുതും അലാ അഅഖാബികും സമനില തെറ്റിപ്പോകാൻ പാടുണ്ടോ? സക്കാത്ത് കൊടുക്കൂലാന്ന് പറയേ, നിസ്കരിക്കൂലാന്ന് പറയേ, പറ്റില്ല കേട്ടോ. വമൻ യൻഖലിബ് അലാ അഖബൈ, നിങ്ങളൊക്കെ പഴയതിലേക്ക് തന്നെ പോയെങ്കിൽ ഫലൻ യദുറല്ലാഹ ശൈആ, അല്ലാഹുക്കൊരു ചുക്കും വരാനില്ല. വസയജ്സില്ലാഹു ശാകിരീൻ, അല്ലാഹു നന്ദിയുള്ളവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. ഉറച്ചു നിന്നോ. ഈ ആയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് അങ്ങ് ഓതുമ്പോ ഉമർ റളിയല്ലാഹു എന്ന് പറയാണ്, ഫവല്ലാഹി ലക അന്നന്നാസ ലം യഅലമു അന്ന ഹാദിഹിൽ ആയത നസലത് ഹത്താ തലാഹാ അബൂബക്കരി യൗമൈദിൻ. അബൂബക്കർ അന്നങ്ങ് ഓതുമ്പോഴാണ് ഇങ്ങനെ ഒരായത്ത് ഖുർആനിൽ ഉണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, എനിക്ക് ബഹുമാനപ്പെട്ട അബൂബക്കറിൽ നിന്നാണ് അത് കേട്ടു പരിചയമുള്ളത്. ഞാനത് മറന്നുപോയിരുന്നു, പിന്നെയാണ് ഞാനത് ഓർത്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ വിവരം അങ്ങോട്ട് കിട്ടിയപ്പോ ഹത്താ വഖഅതു ഇലൽ അർളി മാ തഹ്മുലുനി റിജ്ല, എന്റെ കാലുകൾക്ക് എന്നെ താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ അറിയാതെ അങ്ങോട്ട് നിലത്തിരുന്നു പോയി. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്ന് കേട്ടപ്പോൾ വഅറഫ്തു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത്, നബി വഫാത്തായിട്ടുണ്ടെന്ന വിവരം ഞങ്ങൾക്ക് ഉറപ്പായി. സീറത്തുൽ ഹിസാമിൽ ഈ സംഭവം കാണാം. അബൂ അബ്ദുല്ലാഹിൽ അൻസാരി തദ്കിറത്തുൽ മുഹിബ്ബീനിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല പല കിതാബുകളിൽ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. ഞാൻ നോക്കി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ സ്ഥലം മാത്രം നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് ഇനി നമുക്ക് നാളെ അവതരിപ്പിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് ആദർശ കൊട്ടാരത്തിലെ രാജാവ്. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا حبيب الله. خذ بأيدينا قلت حيلتنا، أدركنا يا شفيع المذنبين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يستوي منكم من أنفق من قبل الفتح وقاتل، أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا، وكلا وعد الله الحسنى،
والله بما تعملون خبير. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش ذا العدد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد قال النبي صلى الله عليه وسلم إذ أقبل أبو بكر وعمر لعلي يا علي هذان سيدا كهول أهل الجنة وشبابها بعد النبيين والمرسلين. സർവാധരണീയരായ പണ്ഡിതന്മാരെ, പ്രാസ്ഥാനിക നേതാക്കളെ, ഈ സദസ്സുരത്തുകൂടിയിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, രണ്ടു ദിനങ്ങളായി നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മത്ത് മുഹമ്മദിയയിലെ ഒന്നാമത്തെ മെമ്പറായ ഈ ഉമ്മത്ത് ഒന്നടങ്കം ഒപ്പം നിന്നാലും പിന്നിലാക്കാൻ സാധിക്കാത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സമർപ്പണത്തെക്കുറിച്ചും അവിടുത്തെ ആദർശത്തിന്റെ വിവിധ മുഖങ്ങളിലുള്ള രാജകീയ ഭാവങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്തത്. ഈ ദിവസങ്ങളിൽ ഈ ചർച്ച കേൾക്കുമ്പോൾ പലരും ഇതേക്കുറിച്ച് വിലയിരുത്തുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ്. ആ ഒരു ചിന്ത ശ്രോതാവിന്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതിവിടെ സംഘടിപ്പിച്ചപ്പോ ഇതിന്റെ സംഘാടകർക്കും അതുപോലെ തന്നെ ഇതിൽ വിഷയം അവതരിപ്പിക്കുന്ന എനിക്കുമുണ്ടായത്. അല്ലാതെ നമ്മളൊരു 10 ദിവസം മാറ്റിവെച്ചു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പരാമർശിക്കാൻ വേണ്ടി മാത്രം എന്നാ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? സിദ്ദീഖുൽ അക്ബറിനെ പറ്റി ചെറിയ ഭാഗമെങ്കിലും പറഞ്ഞു തീർക്കാൻ കഴിയും. കാരണം ഞാനിത് പറയാൻ കാരണം പഴയ കാലത്തെ പോലെയല്ല, വളരെ വളരെ കൂടുതൽ സൗകര്യങ്ങൾ വന്നിരിക്കുന്ന കാലഘട്ടമാണ്.
പഴയ കാലത്ത് ഓരോ കിതാബുകളും പരതി പരതി തെരഞ്ഞു പിടിക്കേണ്ടിയിരുന്നു. ഇന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇസ്ലാമിക ലൈബ്രറിയിൽ എവിടെയൊക്കെ ഉണ്ട് എന്ന് കിട്ടാൻ അബൂബക്കർ, അബീബക്കർ, അബാബക്കർ ഇങ്ങനെ ഒരു 2-3 രൂപമാറ്റത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ട് കമ്പ്യൂട്ടറിനോട് ചോദിച്ചാൽ കമ്പ്യൂട്ടറിന്റെ അകത്തുള്ളതൊക്കെ കമ്പ്യൂട്ടർ പറയും. ഇത്ര സ്ഥലത്ത് അബൂബക്കറിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത് ഇതെല്ലാം കൂടെ എടുത്തുവെച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം മാത്രം പറയുന്ന ഭാഗങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എവിടെയും എത്തിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ വിഷയം, ഞാനത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. പഴയ കാലത്തെ പോലെയല്ല ആധുനിക കാലത്ത് സൗകര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ ധ്വനി ഇന്നത്തെ ആളുകളെല്ലാം കണ്ടെത്തിയിരിക്കുന്നു എന്നല്ല, അതൊരു തല തിരിഞ്ഞ നയമാണ്. ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും നമ്മളൊന്നും കണ്ടെത്തിയില്ല. അതേ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മാത്രം പരാമർശിക്കാൻ കിതാബുകൾ എഴുതി പോയിട്ടുണ്ട് മഹാന്മാർ. അന്ന് അവര് അതിന് ആശ്രയിക്കുന്നത് ഒരു ലൈബ്രറിയിൽ ചെന്നാൽ, ഒരു കുതുബ്ഖാനയിൽ ചെന്നാൽ ഒരു കിതാബേ ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്ത നാട്ടിൽ പോവുക, അടുത്ത കിതാബ് അന്വേഷിച്ച്, പിന്നെ അടുത്ത നാട്ടിൽ പോവാണ്, അടുത്ത കിതാബ് അന്വേഷിച്ച്. എത്ര പാടുപെട്ടിട്ടാണ് അവരെഴുതി വെച്ചതും പഠിച്ചതും എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അത്രയും പ്രയാസപ്പെട്ട് നേടിയെടുത്ത ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇൽമിന്റെ ചെറിയ ഒരു അംശം പോലും നമ്മുടെ കയ്യിലില്ലെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ കാലഘട്ടത്തിലാണ് അവരൊക്കെ ജീവിച്ചതെങ്കിൽ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവരുടെ കാലഘട്ടത്തിൽ ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ തീർത്തും അതല്ലാതെ തന്നെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലൈബ്രറികളായിരുന്നു. അല്ലേ? കഴിഞ്ഞുപോയ ഒരു മഹാന്മാരെയും നമുക്ക് മറക്കാൻ പാടില്ല. അവരൊന്നും ചെയ്ത കാര്യങ്ങൾ ചെറുതല്ല, വളരെ വലിയ സേവനങ്ങളാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവരത്രയും പാടുപെട്ട് കണ്ടെത്തിയത് പോലും, അവരെഴുതി വെച്ചത് പോലും, അവരുടെ സ്വന്തം കരങ്ങളിൽ ഉണ്ടായിത്തീർന്ന കൃതികൾ പോലും വായിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. ആലോചിക്കണം. നമ്മൾ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുകയാണെങ്കിൽ, ആ ഇമ്മത്തിന്റെ ലോകത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇമാം നബവി റളിയല്ലാഹു അൻഹു ജീവിച്ച കാലഘട്ടത്തില് മഹാനവറുകൾ രചിച്ച കിതാബ് അത്രയും വയസ്സ് അള്ളാഹു ജീവിക്കാൻ അവസരം കൊടുത്ത ഒരു സഹോദരന് നോക്കി തീർക്കാൻ കഴിയില്ല എന്നാ മഹാന്മാർ പറയുന്നത്. എന്ത്? കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ, രചിച്ചുണ്ടാക്കിയ കിതാബുകള് അത്രയും പ്രായം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യന് നോക്കി തീർക്കാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെ അത് ഉണ്ടായി എന്നതൊരു ചോദ്യമാണ്. അതാണ് കറാമത്ത് എന്ന് പറഞ്ഞ സംഗതി. നമുക്ക് നോക്കി തീർക്കാൻ പോലും കഴിയാത്ത ഈ വിജ്ഞാന സാഗരം എങ്ങനെ അവർ എഴുതി തീർത്തു എന്ന് സാധാരണ വ്യതിയാന ചിന്താഗതിക്കാർ ചോദിക്കാറുണ്ട്. അതാണ് മക്കളെ കറാമത്ത്. അല്ലെങ്കിൽ ആ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത്രയും കിതാബുകൾ എങ്ങനെ രചിച്ചു എന്ന് അന്തം വിട്ടു നിൽക്കണ്ടേ നമ്മൾ? അവിടെയാണ് കറാമത്ത്. മഹാന്മാർക്ക് അല്ലാഹു വലിയ കറാമത്തുകൾ നൽകും. ആ കറാമത്തിന്റെ ഭാഗമായിരുന്നു അത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വിഷയങ്ങള് നമ്മൾ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി 10-15 ദിവസം മാറ്റിവെച്ചാലും ഒരു ഭാഗം പോലും പറയാൻ സാധ്യമല്ല. ഒന്നിനും കൊള്ളരുതാത്ത നമ്മൾ ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് അതിൽ വെറുതെ ഞെക്കി നോക്കിയാൽ പോലും കാണാവുന്ന കാര്യങ്ങൾ കിതാബുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നുമില്ലാത്ത കാലത്താണല്ലോ നമ്മൾ ഈ ഞെക്കി നോക്കി ഞൊടിയുടെ കൊണ്ട് എടുക്കുന്ന ഈ ഇൽമുകളെല്ലാം അവരെഴുതി വെച്ചത് എന്ന് ചിന്തിക്കുമ്പോ അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതാതെ അവരുടെ കിതാബുകളൊന്നും മറിക്കാനോ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച വചനങ്ങൾ വായിക്കാനോ നമുക്ക് അർഹതയില്ല എന്ന് തോന്നിപ്പോവുകയാണ്. ഏതായാലും ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിഷയത്തിലേക്ക് കടന്നു വരുന്നു. സാത്താന്റെ പേടി സ്വപ്നം, ഇതാണ് ഇന്ന് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. പിശാചിന്റെ പേടി സ്വപ്നമായിരുന്നു, ശൈത്താന്റെ പേടി സ്വപ്നമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ നാമം കേൾക്കുമ്പോൾ തന്നെ ആവേശമാണ് പലർക്കും. എന്നല്ല,
ഇസ്ലാമിന്റെ പുറത്തുള്ള പല എഴുത്തുകാരും ചിന്തകരുമൊക്കെ ഉമറിന്റെ ഭരണത്തെ വല്ലാതെ പുകഴ്ത്തുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെ വല്ലാതെ പ്രകീർത്തിക്കുകയുണ്ടായി. എന്താ കാരണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോശക്കാരനായതുകൊണ്ടല്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലയളവ് വളരെ ചെറിയ കാലയളവാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് സുദീർഘമായി ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ കടന്നു വരുന്നുണ്ട്, ഹദീസിൽ അതിലേക്ക് സൂചന വരുന്നുണ്ട്. നബി തങ്ങൾ നേരത്തെ പ്രവചിക്കുന്നുണ്ട് സിദ്ദീഖിന് അവസരം കുറവായിരിക്കും, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഭരിക്കാൻ ഇഷ്ടം പോലെ അവസരമുണ്ടാവും. എന്നാലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലല്ല പിമ്പിൽ തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇനി പിന്നോട്ടാ നോക്കേണ്ടത്. അപ്പോഴാണ് ഉമറിന്റെ വലുപ്പം നമുക്ക് കാണാൻ കഴിയുക. ഇൻഷാ അല്ലാഹ് നമുക്കത് നോക്കിക്കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു റയ്യാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഖുറത്ത് ഇബ്നു റസാഹ് ഇബ്നു അദി ഇബ്നു കഅബ് ഇബ്നു ലുഅയ്യ് അൽ ഖുറശി. അവസാനം ലുഅയ്യിലേക്ക് അങ്ങെത്തുന്നു. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽ നിന്ന് ലുഅയ്യ് അൽ ഖുറശി, ഖുറൈശിയായ ഖുറൈശി കുടുംബക്കാരനായ ആ ലുഅയ്യിൽ സമാപിക്കുന്നത് ഞാൻ വായിച്ചതാണ്. അതുവരെ വായിച്ചു എന്ന് മാത്രം. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന് കുറച്ച് പ്രായം കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പാപ്പമാർ ഇവിടെ കൂടി എന്ന് മാത്രം. അങ്ങോട്ടെത്തുമ്പോഴേക്ക് ഒരുപാട് ഉപ്പാപ്പമാരുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ ഹംതമത്ത് ബിൻത് ഹിശാം ഇബ്നുൽ മുഗീറത്ത് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു മഖ്സൂം ഇബ്നു യഖ്ലത്ത് ഇബ്നു മുറത്ത് ഇബ്നു കഅബ് ഇബ്നു ലുഅയ്യ്, അതും എത്തിപ്പെടുന്നു ലുഅയ്യിലേക്ക്. ഇങ്ങനെ ഇതെല്ലാം അതിന്റെ മുമ്പ് തന്നെ മുറത്തിൽ വന്ന് മുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പരമ്പരയുമായി ഇവിടെ വന്നു ചേരുന്നത് വയജ്തമിഉ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജദ്ദി സാബിഇ മിൻ ജിഹതി അബീഹി. വാപ്പയുടെ മാർഗത്തിലൂടെ പോകുമ്പോ ഏഴാമത്തെ ഉപ്പയിൽ സന്ധിക്കുന്നു. ഫിൽ ജദ്ദി സാദിസി മിൻ ജിഹതി ഉമ്മിഹി, ഉമ്മാന്റെ ഭാഗത്തിലൂടെ പോകുമ്പോ അതാ ആറാമത്തെ ഉപ്പാപ്പയിലും അതാ ആ കുടുംബം സന്ധിക്കുന്നു. ഇത് ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു ചെറിയ ബയോഡാറ്റ പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും പലപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ഒരുമിച്ചാ പരാമർശിച്ചത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖബല അബൂബക്കർ വഉമർ റളിയല്ലാഹു അൻഹുമാ. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഹബീബിന്റെ അടുത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് മുന്നിൽ കയറി വരുന്നത് സദസ്സിലേക്ക്. ആ സമയത്ത് നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ അലി, എന്റെ പ്രിയപ്പെട്ട അലി, ഹാദാനി സയ്യിദാ കുഹൂലി അഹ്ലിൽ ജന്നത്തി വശബാബിഹാ ബഅദൻ നബിയ്യീന വൽ മുർസലീൻ. അമ്പിയാക്കളും മുർസലീങ്ങളും കഴിച്ചാൽ സ്വർഗത്തിലെ യുവ കൂട്ടുകാരുടെ നേതാക്കളാണ് കേട്ടോ, സ്വർഗീയ യുവാക്കളിലെ നേതാക്കളാണ് കേട്ടോ. ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം എന്താ? സ്വർഗത്തിലെത്തിയാ പിന്നെ എല്ലാവർക്കും യുവത്താണ്, എല്ലാവർക്കും 33 വയസ്സാണ്. ഒരാൾക്കും വ്യത്യാസമില്ല. 33 ആണിനും പെണ്ണിനും ഒക്കെ എല്ലാവർക്കും ഒരേ സമപ്രായം, എല്ലാവരും ഒരേ ലെവലില്, എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മതിയായ സൗന്ദര്യം നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്, യുവത്വം നൽകിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്.
അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ യുവാക്കൾ എന്ന പ്രയോഗമാണ് റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ നടത്തിയത്. അപ്പൊ സ്വർഗാവകാശികളുടെ നേതാക്കളാണിവര്, സയ്യിദാ അഹ്ലിൽ ജന്ന എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹംസബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഫനളറ ഇലാ അബീ ബക്കറിൻ വ ഉമറ റളിയല്ലാഹു അൻഹുമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിലുള്ള ഉമറിനെയും സിദ്ദീഖിനെയും നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദാനി സമഉ വൽ ബസർ. നബി തങ്ങൾ പറഞ്ഞു, ഹാദാനി സമഉ വൽ ബസർ. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖിലേക്ക് ചൂണ്ടിയിട്ട് ഉമറിലേക്ക് ചൂണ്ടിയിട്ട്, ഹാദാനി, ഈ രണ്ടു വ്യക്തികളും അസ്സംഉ വൽ ബസർ, കാതും കണ്ണുമാകുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി, ഇസ്ലാമിന്റെ കണ്ണും കാതുമാകുന്നു ഇവര്. കണ്ണും കാതും എത്രമാത്രം പ്രസക്തമാണോ അതേ രൂപത്തില് എന്റെ പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമാണ് ഈ രണ്ട് പ്രവർത്തകരുടെ റോള് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അവിടെയും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ചിന്തിക്കാതെ നമ്മൾ അർത്ഥം പറഞ്ഞങ്ങ് പോയാൽ പോരല്ലോ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. മുല്ല അലിയുൽ ഖാരി നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? നബി തങ്ങളുടെ ആ വാക്കിൽ തന്നെ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതെന്താ? കണ്ണും കാതും എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വിവേകത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണല്ലേ. മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോ ആ പരീക്ഷണത്തിൽ അവൻ വിജയിക്കാൻ വേണ്ടി അല്ലാഹു തആല മനുഷ്യന് കൊടുത്തതാണ് കണ്ണും കാതും. തീർച്ചയായും മനുഷ്യന്റെ കണ്ണും കാതുമാണ്, മൃഗത്തിന്റെ കണ്ണും കാതുമല്ല. അത് രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാതിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു തആല പറഞ്ഞു, വാപ്പയുടെ ബീജഗണത്തിൽ നിന്നും ഉമ്മയുടെ അണ്ഡത്തിൽ നിന്നും മിൻ നുത്ഫത്തിൻ അംശാദ്, വാപ്പയുടെ ബീജഗണവും ഉമ്മയുടെ അണ്ഡവും കൂടെ കൂടിക്കലർന്ന സിദ്ധാന്തത്തിൽ നിന്ന് ആ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദ്. നോക്ക് നിങ്ങൾ, എന്നാണ് ഹബീബ് ഇത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള വിശ്വാസം എന്താണ്? ആർത്തവരക്തം കട്ടപിടിച്ചിട്ട് ആ കുട്ടിയുണ്ടാകുന്നതെന്ന വിശ്വാസമാണ്. അന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നത്, വാപ്പയുടെ ബീജഗണവും ഉമ്മയുടെ അണ്ഡവും ചേർന്നിട്ട് ആ മക്കളുണ്ടാകുന്നത്. ഈ പരിശുദ്ധ ഇസ്ലാം, ഈ പരിശുദ്ധ ഖുർആൻ, ഇത് അല്ലാഹുവിന്റെ വചനമല്ലെന്ന് ലോകത്താർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് തീരെ ശങ്കിച്ചു നിൽക്കാതെ, സംശയിച്ചു നിൽക്കാതെ ഇസ്ലാമിലേക്ക് കടന്നുവരാൻ മുറീസ് ബുഖാരി തയ്യാറായത്. അതിന്റെ പേരിലാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിന്റെ രൂപ ക്രമീകരണത്തെക്കുറിച്ച് കേട്ടിട്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടത് എന്നാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് എന്റെ വിഷയത്തിൽ തന്നെ സംസാരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നബ്തലീഹി, എന്തിനാണ് ഈ മനുഷ്യനെ വളരെ വളരെ ഒന്നുമല്ലായിരുന്ന ഈ ബീജഗണത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ അണ്ഡത്തിൽ നിന്നും ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന സിദ്ധാന്തത്തിൽ നിന്ന് എന്തിന് ഈ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നറിയോ? നബ്തലീഹി, നമ്മളവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. ആർക്കാ സ്വർഗം കൊടുക്കാൻ പറ്റുക, ആർക്കാ നരകം കൊടുക്കേണ്ടി വരിക എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെന്തു ചെയ്യണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് ആവശ്യമായതൊക്കെ തന്ന് അതിന്റെ പുറമെ പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും നിയമാവലികൾ തരണം. ഇന്ന വഴിക്ക് പോയാൽ സ്വർഗത്തിലെത്താം, ഇന്ന വഴിക്ക് പോയാൽ നരകത്തിലെത്താം. ഈ വാക്ക് എനിക്കും നിങ്ങൾക്കും നമ്മെ മനുഷ്യ സമൂഹമാകുന്ന നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണർത്തേണ്ടതുണ്ട്. അത് ഉണർത്തിക്കഴിഞ്ഞാൽ കണ്ണും കാതുമുണ്ടോ, സത്യം കേൾക്കാനും കാണാനുമുള്ള കഴിവുണ്ടോ, ആ മനുഷ്യൻ പിന്നീട് പെടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു, പരീക്ഷണം പൂർത്തിയാകണമെങ്കിൽ ഫജഅൽനാഹു സമീഅൻ ബസീറാ, ആ മനുഷ്യനെ നമ്മൾ കാതും കണ്ണുമുള്ളവനാക്കി. ഫജഅൽനാഹു സമീഅൻ ബസീറാ, പരീക്ഷണം അർത്ഥവത്താവാൻ വേണ്ടിയാണ് കാതും കണ്ണുമുള്ളവനാക്കി മാറ്റിയത്. സമീഅൻ ബസീറാ, ഈ കാതും കണ്ണും മൃഗത്തിനുമില്ലേ എന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മൃഗത്തിന്റെ കണ്ണും കാതും അല്ല. ഫജഅൽനാഹു സമീഅൻ ബസീറാ എന്നല്ല പറയാ. എന്തേ ഇവിടെ പോത്തിനുമില്ലേ കണ്ണും കാതും? ആടിനുമില്ലേ കണ്ണും കാതും? കോഴിക്കുമില്ലേ കണ്ണും കാതും?
എന്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ പറ്റി ഫജഅൽനാഹു സമീഅൻ ബസീറ എന്ന് പറഞ്ഞു? അതിലൊരു വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ കണ്ണ് പോത്തിന്റെ കണ്ണ് പോലെയല്ല. പോത്തിന്റെ കണ്ണ് കേവലം കാണാനുള്ളതാണ്, പോത്തിന്റെ കാത് കേവലം കേൾക്കാനുള്ളതാണ്. മനുഷ്യന്റെ കണ്ണോ കണ്ട് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്, കേട്ട് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. അങ്ങനെ ഒരു താല്പര്യവും കൂടെ നമ്മുടെ കണ്ണിന്റെയും കാതിന്റെയും പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഫജഅൽനാഹു സമീഅൻ ബസീറ എന്നതിന് ഭൂരിപക്ഷം മുഫസ്സിറുമാരും അർത്ഥം കൊടുത്തിരിക്കുന്നത് ഐ ആഖില, വിവേകമുള്ള ഒരു മനുഷ്യനാക്കി ആ മനുഷ്യനെ. എല്ലാവരും ഇതിന് അർത്ഥം കൊടുത്തിരിക്കും. ഈ ആയത്തിന് എല്ലാവരും അർത്ഥം കൊടുത്തത് അങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കണ്ണും കാതും ഒരു മനുഷ്യൻ സത്യത്തിലെത്തിപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാർഗങ്ങളാണ്. ഇതിലേറ്റവും കൂടുതൽ പ്രാധാന്യത്തിനാ അതും ആ കൂട്ടത്തിൽ വായിക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ വായിച്ചു പോകണം. ഇതിലേറ്റവും കൂടുതൽ പ്രാധാന്യം ഏതാണ്? മുല്ലാ അലിയുൽ ഖാരി പറയുന്നു, വഫീഹി ദലീലുൻ അലാ ഫളി സമഇ വൽ ബസർ. ഇതിലേറ്റവും കൂടുതൽ പ്രാധാന്യം ഏതിനാണ്? അവയവങ്ങളുടെ കൂട്ടത്തില് സമഇനാണ് ബസറിനേക്കാൾ പ്രാധാന്യം. കാരണം ഖുർആനിൽ 1 ഡസനോളം ആയത്തുകൾ ഉദ്ധരിക്കാനുണ്ട്. എല്ലായിടത്തും അല്ലാഹു ആദ്യം സമഅ പറയുന്നത്, പിന്നെയാണ് കണ്ണ് പറയുന്നത്. കാത് പറഞ്ഞിട്ടാ കണ്ണ് പറയുന്നത്, അല്ലേ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിശ്ചയം നിങ്ങളുടെ കാതും കണ്ണും ഹൃദയവും, ഓഡിയോ വീഡിയോ കാർഡിയോ 3, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, സംശയിക്കേണ്ട കേട്ടോ. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. എന്ത് കണ്ടു, എന്ത് കേട്ടു എന്നുള്ളത് നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പടച്ച റബ്ബ് പറഞ്ഞു, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അല്ലാഹു നിങ്ങൾക്ക് കാതും കണ്ണും ഹൃദയങ്ങളും തന്നു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. വേറെ ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വഅൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. കാതും കണ്ണും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നു. എല്ലാം ഒന്ന് തന്നെയാണ്. വിവിധ രൂപങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞിടത്തൊക്കെ പറഞ്ഞത് ആദ്യം സമഅ, ആദ്യം കാതിനെ പറ്റിയാ പറയുന്നത്, പിന്നെ ആ കണ്ണിനെ പറ്റി പറയുന്നത്. അത് തന്നെ കണ്ണിനല്ല കാതിനാണ് കൂടുതൽ പ്രസക്തി എന്ന് വരുത്തുന്നുണ്ട്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ബുദ്ധിപരമായ കാരണങ്ങളിലേക്ക് കടന്നു വരുമ്പോഴേക്ക് സമയം വൈകും. അതൊക്കെ പറഞ്ഞെങ്കിലേ ഈ ഹദീസിന്റെയും അർത്ഥം തിരിയുള്ളൂ. കാരണം അതുകൊണ്ടാണല്ലോ മുല്ലാ അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു ഇവിടെ പ്രത്യേകം നമ്മളോട് പറഞ്ഞത്, ഇത് ശ്രദ്ധിക്കണോട്ടോ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. എന്തിനാണ് മഹാനവറുകള് കാതിനാണ് കണ്ണിനേക്കാൾ പ്രാധാന്യമെന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത്? ഹാദാനി, നിശ്ചയം ഇവർ 2 പേരും, സിദ്ദീഖും ഉമറും, അസ്സംഉ വൽ ബസറു, കാതും കണ്ണുമാകുന്നു എന്ന് പറയുമ്പോ കണ്ണ് അത് ഉമർ ഇബ്നുൽ ഖത്താബാണ് വേണ്ടത്, കാത് അത് സിദ്ദീഖുൽ അക്ബർ തന്നെ ആകാവൂ. അതുകൊണ്ടാണ് അസ്സംഉ വൽ ബസർ ആദ്യം സിദ്ദീഖുൽ അക്ബർ. കാരണം കാതിന് കണ്ണിനേക്കാൾ എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതേ രൂപത്തിലാണത്. എത്ര നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എത്രമാത്രോ ഒരു അന്ധനായാൽ അയാൾക്ക് കുറെയൊക്കെ പിടിപാടുണ്ടാകും വിഷയത്തിൽ. ചെവിയില്ലാത്ത ആൾക്ക് ആകെ പിടുത്തം വിടും. അങ്ങനെയാണ്. വിവരം കുറയും, ബോധം കുറയും. അന്ധന്മാർക്കോ നല്ല വിവേകവും കാര്യമൊക്കെ ഉണ്ടാകും. അത് ആ വിഷയത്തിലേക്കൊക്കെ അങ്ങനെ അങ്ങോട്ട് ഉദാഹരണ സഹിതം കൊണ്ട് കടന്നു വരുമ്പോഴേക്ക് വൈകുമെന്ന് പേടിയുണ്ട്. കാരണം ഖുലഫായ കിറാമിന്റെ പരിപാടി ഖുർആൻ ക്ലാസ് ആയി മാറരുത് എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇപ്പൊ തൽക്കാലം കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ അത് സംബന്ധമായിട്ട് തന്നെ പറയാനുണ്ട്. ഈ വിഷയത്തില് കാതിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഇന്ന് നിങ്ങൾ ഓതി സൂറത്തുൽ കഹ്ഫില് ഏതിനാണ് പ്രാധാന്യം? കാതിനാണ് പ്രാധാന്യം, ഇല്ലേ? കാരണം എന്താ? കണ്ണും കാതും തമ്മിലുള്ള ഒരു വ്യത്യാസം, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണും കാതും തമ്മിലുള്ള വ്യത്യാസം, കാത് കണ്ണിനേക്കാൾ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. കാരണം കണ്ണിന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണില്ല. ചെവി അങ്ങനെയല്ല, ഉറങ്ങിയയാളെ വിളിച്ചുണർത്താൻ പറ്റും, ഇല്ലേ? ഉറങ്ങിയ ആളടുത്ത് എണീക്കെന്ന് പറഞ്ഞാൽ അയാൾ ഉണരും. കാരണം എന്താ? ചെവി കേൾക്കുന്നുണ്ട് ഉറങ്ങിയ ആൾക്ക്. നേരെ മറിച്ച് ഉറങ്ങിയ ഒരാളുടെ മുമ്പിൽ
രാവിലെ 8 മണിയാകുമ്പോ എന്നെ വിളിക്കണമെന്ന് ഭാര്യ പറഞ്ഞു. അല്ലെങ്കിൽ 9 മണിക്ക് എനിക്ക് ഓഫീസിൽ പോകണം, എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. സുബഹി നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം അവനൊന്ന് കിടന്നതാ. 9 മണിക്ക് എന്നെ എന്നെ വിളിക്കണം പോകാൻ വേണ്ടി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭാര്യ എത്ര വലിയ ബോർഡ് എഴുതിയിട്ട് മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടും കാര്യമില്ല. ചിലപ്പോ 11 മണിയായാലും ഇയാൾ ഉണരൂല. ചിത്രം കാണിച്ചുണർത്താൻ പറ്റില്ല. നേരെ മറിച്ചോ, നിങ്ങളെന്താ എഴുന്നേൽക്കുന്നില്ലേ, സമയമായി എന്ന് ഭാര്യ പറഞ്ഞാൽ നമ്മൾ ഞെട്ടി ഉണരുന്നു. കാരണം ഉറക്കത്തിലും ധർമ്മം നിർവഹിക്കുന്ന അവയവമാണേത്, മനുഷ്യന്റെ കാത്. ഇത് ഇന്ന് നിങ്ങൾ അൽക്കഹത്തിൽ ഓതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോ ഇന്ന് അൽക്കഹഫ് ഓതിയപ്പം ചിന്തിച്ച ഭാഗമാണത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നേരത്തെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നത് ഓതുമ്പോ ഒന്നും കൂടെ ഞാനത് ചിന്തിച്ചുപോയി. അസ്ഹാബുൽ കഹ്ഫിനെ അല്ലാഹു 3 നൂറ്റാണ്ടിലധികം കിടത്തിയുറക്കുമ്പോ, 300 ആണ്ടിലധികം കിടത്തിയുറക്കുമ്പോ അല്ലാഹു അസ്ഹാബുൽ കഹ്ഫിന്റെ കണ്ണു ചിമ്മിപ്പിച്ചിട്ടില്ല. അല്ലേ? കണ്ണു ചിമ്മിപ്പിച്ചിട്ടില്ല. എന്താ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞത്? തഹ്സബുഹും അയ്ഖാലൻ വഹും റുഖൂദ്. നിങ്ങൾ അവരെ കണ്ടാൽ ഉണർന്നിരിക്കുകയാണെന്ന് തോന്നും. കാരണം കണ്ണ് പൊളിച്ചാ കിടക്കുന്നത്. വഹും റുഖൂദ്, സംഗതി അവർ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അവർ കണ്ണ് പൊളിച്ച് ഉണർന്നിരിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോ ഉറങ്ങിയാൽ കണ്ണ് അടച്ചില്ലെങ്കിലും കണ്ണ് കാണൂല. ഉറങ്ങിയവന് ചെവി കേൾക്കും, പക്ഷേ കണ്ണ് അത് അടച്ചാലും അടച്ചില്ലെങ്കിലും കാണില്ല. അങ്ങനെ ചില വിദ്വാന്മാരൊക്കെ ഒരു പക്ഷേ സദസ്സിലുണ്ടാകും, അല്ലേ? കാരണം ഉറങ്ങിയാലും കണ്ണിൻ താത്ത് ചില സ്പേസ് ഉണ്ടാവും, വളരെ അപൂർവമേ ഉണ്ടാവുള്ളൂ. ഉറങ്ങിയാലും പൂർണ്ണമായിട്ട് കണ്ണടക്കാത്ത, അത് കാണുന്നതിനെ പേടിയായിരിക്കും. തഹ്സബുഹും ഐഖാലാ, തഹ്സബുഹും ഐഖാലാ. നിങ്ങൾ വിചാരിക്കും അവർ ഉണർന്നിരിക്കുകയാണെന്ന് കരുതും. വഹും റുഖൂദ്, സംഗതി അവർ ഉറങ്ങുകയാണ്. പിന്നെയോ, ഉറങ്ങുമ്പോ അവരുടെ ചെവിയുടെ കേൾവി നഷ്ടപ്പെടുത്തിയിട്ടില്ലെങ്കിലോ അത് അവരുടെ ഉറക്കിനെ ബാധിക്കും ചെയ്യും. ചുറ്റുപാടിന് എവിടെന്നെങ്കിലും ഒച്ചപ്പാടുണ്ടായാൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു എന്ത് ചെയ്തു? ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ. കൊല്ലങ്ങളോളം ഗുഹക്കകത്ത് അവരുടെ ചെവി അല്ലാഹു പൊട്ടിച്ചിട്ടു. ആ ശബ്ദം നോക്ക്, ഫളറബ്നാ അലാ ആദാനിഹിം, അവരുടെ ചെവി അല്ലാഹു പൊട്ടിച്ചിട്ടു. കാരണം ചെവി കേട്ടാ ഉണർന്നു പോകും. ആ സാഹചര്യങ്ങളൊക്കെ അല്ലാഹു നിഷേധിക്കുകയാണ്. ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ. വർഷങ്ങളോളം അല്ലാഹു ഇങ്ങനെയാണ് ഇവരെ കിടത്തിയുറക്കിയത്. അപ്പോൾ ശരിക്കാണ് പ്രാധാന്യം എന്ന് മാത്രമല്ല, 4-ാം മാസം മുതൽ, അതിന്റെയും മുമ്പ് 3 ആഴ്ച കഴിയുമ്പോഴേക്ക് ഗർഭസ്ഥ ശിശുവിന് ചെവി മുളക്കാൻ തുടങ്ങുന്നുണ്ടെന്ന. അന്നത്തെ ആ ചെവിയൊന്നും നമുക്ക് കാണാൻ പറ്റൂല കേട്ടോ. ചെവി മുളക്കാൻ തുടങ്ങുന്നുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് 3 ആഴ്ച കഴിയുമ്പോഴേക്ക് ചെവിയുടെ രൂപം, അതിന്റെ വളരെ ചെറിയൊരു രൂപം ഉണ്ടായി തുടങ്ങുന്നുണ്ട്, ചെവി മുളച്ചു തുടങ്ങുന്നുണ്ട്. 4-ാം മാസത്തിൽ കുട്ടി, വയറ്റിനകത്തുള്ള കുട്ടി പുറത്തു നടക്കുന്ന ശബ്ദങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് 4-ാം മാസം ഉമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് ഉമ്മ ഏറ്റവും കൂടുതൽ മൂളിപ്പാടിയിരുന്ന പാട്ട്, പ്രസവിച്ചതിന് ശേഷം കുട്ടി പല പാട്ടുകളും കേൾക്കുന്നത് പോലെയല്ല, ഉമ്മ ആ ഗർഭകാലയളവില് പാടിയിരുന്ന പാട്ട് കേൾക്കുമ്പോ കുട്ടി ഇങ്ങനെ കണ്ണും തലയെടുത്ത് നോക്കുന്നു. കാരണം അത് മുമ്പ് കേട്ടു പരിചയമുള്ളതാണല്ലോ. ഇതാണ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും ആദ്യം ബസ്ർ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പടച്ചോന്റെ കലാമ് തന്നെയാണെന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ ഇത്? ആ വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഉടമ അല്ലാഹുവാണ്. ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത്? കാരണം ആരാണിത് പറഞ്ഞിരിക്കുന്നത്? ഈ ശബ്ദം ചെവിയെ പടച്ച റബ്ബ്, കണ്ണിനെ പടച്ച റബ്ബ്, ചെവിയുടെ പ്രാധാന്യമറിയുന്ന റബ്ബ്, കണ്ണിന്റെ പ്രാധാന്യമറിയുന്ന റബ്ബ്, അവനാണിത് പറഞ്ഞിരിക്കുന്നത്. ഇത് വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷേ ഞാൻ അത് വഴിക്ക് കടന്നു വരുന്നില്ല. ഞാൻ പറയുന്നത് ഈ ഹദീസിൽ പറയുന്നു, അസ്സംഉ വൽ ബസർ. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ചൂണ്ടിയിട്ട് പറയുന്നു, ഇവർ കണ്ണും കാതുമാകുന്നു, കാതും കണ്ണുമാകുന്നു. അതേ, സിദ്ദീഖുൽ അക്ബർ കാതാകുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണാകുന്നു. അത്രയും കൂടുതൽ പ്രാധാന്യമുണ്ട് ഇവർക്ക് എന്നർത്ഥം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മാത്രം ഇതാ ഹബീബ് പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് സിറാജു അഹ്ലിൽ ജന്ന. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗാവകാശികളുടെ വിളക്കാകുന്നു.
സ്വർഗത്തിലെ വിളക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ വിളക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണ് എന്നല്ല. അങ്ങനെ കുറെ സോക്കേടുകാരുണ്ട്. ഹദീസിനോ ആയത്തിനൊക്കെ ഒരു പദം കണ്ടാൽ അങ്ങനെ തന്നെ അർത്ഥം പറയണം എന്നുള്ള ഭാഷക്കാർ. അവരാണ് അള്ളാഹുവിന്റെ കൈ എന്ന് പറയുമ്പോഴേക്ക് അവർ കൈ എന്ന അർത്ഥം വെക്കാൻ ധൃതി കൂട്ടുന്നത്. അവരാണ് പടച്ചോന്റെ കണ്ണ് എന്ന് പറയുമ്പോഴേക്ക് കണ്ണ് എന്ന് അർത്ഥം വെക്കാൻ ധൃതി കൂട്ടുന്നത്. അവർക്ക് ഭാഷാപ്രയോഗങ്ങൾ അറിയില്ല. നമുക്കവരെ വെറുതെ വിട്ടുകൊടുക്കാം. നമ്മുടെ സദസ്സിൽ അവരെ അറ്റാക്ക് ചെയ്യാനുള്ള സമയം നമ്മൾ കാണുന്നില്ല. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഭാഷാപ്രയോഗം പോലും അറിയില്ലെന്ന് പറഞ്ഞ് പതുക്കെ അവരെ വിട്ടുകളയാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം. സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ വിളക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയാറുണ്ട്, അയാൾ ഈ വീടിന്റെ വിളക്കായിരുന്നു പറയാറില്ലേ? ഉപ്പ ഈ വീടിന്റെ ഒരു വിളക്കായിരുന്നു ഉസ്താദേ. നമ്മൾ നമ്മുടെ ഉസ്താദുമാരെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ പറയും, ഉപ്പ മരിച്ചുപോയി, ഉപ്പ ഞങ്ങളെ തറവാട്ടിലേക്കൊരു വിളക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഈമാനിന്റെ നൂറാനിയത്ത് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിന്റെ വിളക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കഴിഞ്ഞില്ല, അല്ലാഹുവിന്റെ ഹബീബ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വീണ്ടും പറയുന്ന, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വഖൽബി. ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വഖൽബി. അല്ലാഹു ഹഖ് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു, അല്ലാഹു സത്യത്തെ നിയമിച്ചിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാക്കിലൂടെയും ഖൽബിലൂടെയും അലാ ലിസാനി ഉമർ വഖൽബി, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാക്കിലൂടെയും ഖൽബിലൂടെയും സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണോ അത് സത്യമാകുക. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് സത്യമായി വരിക. എത്രയെത്ര അനുഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സംഭവമല്ലേ? ശരിക്കും ചിന്തിക്കണം. നമ്മുടെ മുമ്പിലിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ കോപ്പി, മുസ്ഹഫ് എന്നാണ് ഇതിനെ നമ്മൾ പറയാറുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാ പറയാല്ലേ? ഖുർആൻ എന്ന് പറയാം, കിതാബ് എന്ന് പറയാം, ഫുർഖാൻ എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഉമ്മത്തിന്റെ ചുണ്ടിൽ ഉപയോഗമുള്ളത് മുസ്ഹഫ് എന്നാണ്. അത് നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും വ്യതിയാന ചിന്താഗതിക്കാരൊക്കെ പറയൽ മുസ്ഹഫ് എന്നാണ്. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ മുസ്ഹഫ് എന്ന റസൂലുള്ളാഹി ഏത് ഹദീസിലാ നിങ്ങളെ പഠിപ്പിച്ചത്? റസൂലുള്ള പറയാത്തവരോടാ ചോദിക്കുന്നത്. മുസ്ഹഫ് എന്ന വാക്ക് റസൂലുള്ള എവിടെയാ പഠിപ്പിച്ചത്? ഖുർആനിന് മുസ്ഹഫ് എന്ന പേര് ആദ്യമായിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആനിനെ ക്രോഡീകരിച്ചതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ ക്രോഡീകരണം കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പരാമർശിക്കുമ്പോൾ പറയാമെന്ന് കരുതിയതാ. അന്നു തന്നെ ക്രോഡീകരണം കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുമ്പ് തന്നെ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ പേജുകളും സൂറത്തുകളും അതൊക്കെ ഒന്ന് ഓർഡറാക്കിയിട്ടൊന്ന് തുന്നിക്കെട്ടുകയാ ചെയ്തതാര്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അങ്ങനെയൊക്കെ ചിലപ്പോ ഇസ്ലാമിനെ വല്ലാതെ വിമർശിക്കാറുണ്ട് ചരിത്രം അറിയാതെ. ചില ക്രിസ്ത്യാനികള് പലപ്പോഴും ചരിത്രം അറിയാതെ ക്രിസ്ത്യൻ പാതിരിമാര് ഇസ്ലാമിനെ കുതിര കയറാറുണ്ട്. അത് പിൽക്കാലത്ത് ഉമറും സിദ്ദീഖും ഉസ്മാനും ഇവരും എല്ലാവരും കൂടെ കൂടിയിട്ട് എഴുതിണ്ടാക്കിയൊരു പുസ്തകമാണ്. അതിലൊക്കെ ഒരുപാട് കൈമോശം വന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഹിഫ്ളാക്കി വെച്ചു. അങ്ങനെ നമ്മൾ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി പോന്നതാ. അറിയാത്തവരുണ്ടെങ്കിൽ അവരോടാ പറയുന്നത്. ഉസ്താദുമാരതൊക്കെ നേരത്തെ മനസ്സിലാക്കിയവരായിരിക്കും. സാധാരണക്കാർ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അന്ന് ഹിഫ്ള് മാത്രമേ ഉള്ളൂ. അല്ല, റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്ന കാലത്ത് ഒരക്ഷരം പോലും എഴുതാതെ വിട്ടിട്ടില്ല. ഖുർആനിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ കുഴപ്പം? മുറത്തബായിരുന്നില്ല എന്നതാണ്, തർത്തീബോട് കൂടിയായിരുന്നില്ല.
അതിങ്ങനെ കുറാസുകളായി കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. കുറച്ചൊരാളെ കയ്യിൽ ഇങ്ങനെയൊക്കെ കിടക്കുകയായിരുന്നു. അപ്പോ അത് ഹിഫുളാക്കിയ ആളുകൾ കൂട്ടത്തിലുണ്ട്. ആ ഹാഫിദീങ്ങളെ വിളിച്ചു വരുത്തി അതിലും ഏറ്റവും കൂടുതൽ നൈപുണ്യമുള്ള സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് പ്രത്യേക മേൽനോട്ടം കൊടുത്തിട്ട് ഈ എല്ലാം കൂടെ ഒന്ന് കുത്തിക്കെട്ടണം, ഒന്ന് ജംഅ് ചെയ്യണം. എല്ലാവരുടെ കയ്യിലുള്ള തോലുകളിൽ എഴുതി വെച്ചത്, അതുപോലെ തന്നെ മറ്റു പല എല്ലുകളിൽ എഴുതി വെച്ചത് എല്ലാം കൊണ്ടുവരാൻ പറയാണ്. പുസ്തകം മുഴുവൻ എഴുതി, എന്നിട്ട് അത് മുഴുവനും ഒന്ന് ഒരുമിപ്പിച്ചു കൂട്ടുകയാണ് ചെയ്തത്. എന്നിട്ടത് തോൽ കഷ്ണത്തിലേക്ക് മാറ്റി എഴുതിയിട്ട് അത് മുഴുവനും ഒന്നിങ്ങോട്ട് ജംഅ് ചെയ്തു ഒരു മുസ്ഹഫ് രൂപത്തിലാക്കി. ഇതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതാ എവിടെ നിന്നുണ്ടായ ആശയാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ ആശയമുണ്ടായത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. അതാ നമ്മൾ പറയുന്നത്, ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമർ വഖൽബിഹി. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചതും പറഞ്ഞതും സത്യമായിരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഴക്കുകയില്ല. എന്താ കാരണം? ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമർ. ചില വിവരം കെട്ടവര് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുതിരകാരി മക്കത്തെ ഉമർ 20 ആക്കിയെങ്കിൽ ഞങ്ങൾക്കെന്താ 8 ആക്കി പ്രഖ്യാപിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമർ വഖൽബി എന്ന് പറഞ്ഞത് മക്കത്തെ ഉമറിന് മാത്രം ബാധകമാണ്. അത് നിങ്ങളുടെ ഇവിടത്തെ ഉമറിന് ബാധകമല്ല. കൂട്ടത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അള്ളാഹുവിന്റെ റസൂൽ ഉറപ്പിച്ചങ്ങോട്ട് പറയുന്ന സത്യം പുലർത്തിയിരിക്കുന്നു അള്ളാഹു ഉമറിന്റെ നാക്കിലൂടെ, ഉമറിന്റെ ഖൽബിലൂടെ. റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തന കാലയളവിലെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് 20 റക്അത്ത് സ്വഹാബത്തിന്റെ ഇജ്മാഅോടുകൂടെ. അല്ലേ, ഒരു സ്വഹാബിക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എവിടുന്ന് 20 റക്അത്ത് കിട്ടിയെന്ന് ഒരു സ്വഹാബി പോലും ചോദിച്ചിട്ടില്ല. നടത്തി 20 റക്അത്ത് നിസ്കരിച്ചു, ജമാഅത്തായിട്ട് നിർവഹിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അനുമതിയില്ലാതെ അത് നടക്കില്ല. ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമർ വഖൽബി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചു എന്ന് പറയാൻ മാത്രം ബുദ്ധി മോശമല്ല ഞങ്ങൾക്ക് എന്ന് മാത്രമേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്റെ കൂടെ തന്നെ വരിക. പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന, നിങ്ങൾ ഈ കാര്യത്തില് പ്രത്യേകിച്ച് യമാമക്കാരുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് മുസൈലിമത്തുൽ കദാബ്, കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദാബുമായുള്ള ആ സമരം കഴിഞ്ഞ് ഒരുപാട് മുസ്ലിം പക്ഷത്തുള്ള ഒരുപാട് ഹാഫിളീങ്ങളൊക്കെ മരണപ്പെട്ടു പോകുകയാണ്, വഫാത്തായി പോകുകയാണ്. ആ സമയത്ത് വലിയ ആശങ്ക പ്രകടിപ്പിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ആ സംഭവം പറയുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സയ്യിദ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എഴുത്തുകാരനും കൂടെ ആയിരുന്നല്ലോ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്ന, എന്റെ അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് ആളെ അയച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്റെ അടുത്തേക്ക് ആളെ വിട്ടു. ലിമഖ്തലി അഹ്ലുൽ യമാമ, അഹ്ലുൽ യമാമയുടെ യുദ്ധം കഴിഞ്ഞപ്പോൾ, യമാമക്കാരുമായിട്ടുള്ള സമരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവര് എന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. വഇൻദഹു ഉമർ. അങ്ങനെ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. ചെല്ലുമ്പോൾ അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവുമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുമുണ്ട്. അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഉമറ അതാനി. കണ്ടോ, ഈ ഉമർ എന്റെ അടുത്ത് വന്നു. ആരാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് പറയാൻ. ദാ നമ്മളെ ഉമർ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നൽ ഖത്ല ഖദ് ഇസ്തഹറ യൗമൽ യമാമത്തി ബിഖുറാഇൽ ഖുർആനി വഇന്നി യഖ്ശാ അൻ യസ്തഹിറൽ ഖത്ലു ബിഖുറാഇൽ ഖുർആൻ ഫിൽ മവാത്തിനി കുല്ലിഹാ. തുടർന്ന് നടക്കുന്ന സമരങ്ങളിൽ മുഴുവനും ഖുർആഇങ്ങൾ, ഹാഫിളീങ്ങൾ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ തന്നെ മരണപ്പെട്ടു പോകുമെന്ന് പേടിയുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ടവരിൽ അധിക പേരും ഹിഫാളുകളാണ്. അതുകൊണ്ട് ഈ ഹാഫിളുകൾ ഇങ്ങനെ കൊല്ലപ്പെട്ടു പോയാൽ സംഗതി അപകടമാണ്. കരുതണം കേട്ടോ, ഞാൻ ഭയപ്പെടുന്നുണ്ട്. എല്ലാവരും കൂടെ അങ്ങോട്ട് പോയാൽ ഫയദ്ഹബു ഖുർആനും കസീർ. കണ്ടോ, ഫയദ്ഹബു ഖുർആനും കസീർ. ഖുർആനിന്റെ വലിയ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. കാരണം ഈ വിഷയങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നവർ നഷ്ടപ്പെട്ടു പോയാൽ, ഒരഭിപ്രായ വ്യത്യാസം വന്നാൽ അതിന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നവരുണ്ടാവൂല. അതുകൊണ്ട് പലപ്പോഴും നഷ്ടപ്പെടുമോ എന്ന് പേടിയുണ്ട്. മാത്രമല്ല പലരുടെ കൈവശവുമാണ് ഇതുള്ളത്. തുന്നിക്കെട്ടി
നന്നായി തുന്നിക്കെട്ടിയിട്ടില്ല. ഇതൊക്കെ അവരവരുടെ അടുത്തുള്ള ആ സ്റ്റോക്കുകൾ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ കുടുങ്ങിപ്പോകും, നമുക്കിത് കിട്ടാതെ വരും. അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായമുണ്ട്, ഈ ഖുർആൻ ഒന്ന് തുന്നിക്കെട്ടാൻ നിങ്ങൾ ഈ സമൂഹത്തോട് പറയണം. ജംഇ എന്നാ പറഞ്ഞത്, ഖുർആൻ ഒന്ന് ഒരുമിച്ച് കൂട്ടാം. ഇല്ലാത്ത ഖുർആൻ ഉണ്ടാക്കാനല്ല പറഞ്ഞത്. ബിദമിൽ ഖുർആൻ ഇവിടെ ഒരു അക്ഷരമില്ലാതെ ഇവിടെ ഉണ്ട്. അത് കിതാബായി തന്നെ കിടക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്, എല്ലിലാണ് തോലിലാണ്, ഇങ്ങനെയുള്ളൂ. നമ്മൾ പറഞ്ഞ പുസ്തകം എന്നുള്ള അർത്ഥത്തിലല്ല, എഴുതി വെച്ചിട്ടുണ്ട്. കിതാബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത്രയല്ലേ ഉള്ളൂ, എഴുതപ്പെട്ടത്. അപ്പൊ ആ എഴുതി വെച്ച സംഗതി അതൊന്നും ഇങ്ങോട്ട് ജംഇ ചെയ്യണം, അതൊന്ന് തുന്നിക്കെട്ടിയിട്ട് ഒരുമിച്ച് കൂട്ടിട്ട് ഒരു ഗ്രന്ഥരൂപത്തിലാക്കണം. അതിന് ഞാൻ നിങ്ങളോടൊരു അഭിപ്രായം പറയുകയാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, ഈ ഉമറിനോട് ഞാൻ ചോദിച്ചു, കൈഫ യഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാ ചെയ്യാൻ? അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാ ചെയ്യാം? അടിസ്ഥാനപരമായി അനുവദിക്കപ്പെട്ട കാര്യം, ഹൈറായ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ആ ഖുർആൻ എന്ന് തുന്നിക്കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ഉമ്മത്തിന്റെ ദുരന്തം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ ചോദ്യം ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെയാ ചെയ്യാം? ഫഖാല ഉമറു, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ഹുവ വല്ലാഹി ഖൈറുൻ യാ അബൂബക്കർ, ഹുവ വല്ലാഹി ഖൈറുൻ യാ അബൂബക്കർ, അബൂബക്കറെ ഒരു പേടിയും പേടിക്കണ്ട, അത് ഖൈറേ ആകുള്ളൂ. കണ്ടോ, ഹുവ വല്ലാഹി ഖൈർ, അല്ലാഹുവാണ് സത്യം, അത് ഖൈർ മാത്രമാണ്. ഫലം യസൽ ഉമറു യുറാജിഉനി ഫീ ദാലിക്, ഈ കാര്യത്തിൽ ഉമർ വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ എപ്പോഴും ചർച്ച നടത്തുക തന്നെയാണ്. അങ്ങനെ അങ്ങോട്ട് വന്നപ്പോ ഹത്താ ശറഹല്ലാഹു സ്വദ്രി ലില്ലദീ ശറഹ ലഹു സദ്റ ഉമർ, ഉമറിനെ ഏതൊരു ആശയത്തിലേക്കാണോ ഉമറിന്റെ ഹൃദയത്തെ അല്ലാഹു പരിവർത്തിപ്പിച്ചത്, ആ ആശയത്തിലേക്ക് എന്റെ ഹൃദയത്തെയും അല്ലാഹു തുറന്നു തന്നിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കും അഭിപ്രായമുണ്ട്, ആ ഖുർആൻ ഒന്ന് ഒരുമിച്ച് കൂട്ടിയാൽ തരക്കേടില്ല. അതുകൊണ്ട് വറഅയ്തു ഫീ ദാലികല്ലദീ റഅ ഉമർ, ഉമറിന്റെ അതേ അഭിപ്രായം ഞാനും അഭിപ്രായപ്പെടുകയാണ്. അതിന് ഞാൻ കാണുന്നത് നിങ്ങളെയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നയാളാണ്, നല്ല ഓർമ്മയുള്ളയാളാണ്. നിങ്ങൾ ആ കൂട്ടത്തിൽ കാര്യമായിട്ട് എല്ലാവരെയും കൂട്ടണം, പക്ഷെ നിങ്ങൾ അതിന്റെ മേൽനോട്ടം വഹിക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നോക്ക് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചതെന്തോ അത് സത്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയത് സത്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വ ഖൽബി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. വാപ്പനെ പറ്റി പറയാൻ, മാ നസല ബിന്നാസി അംറുൻ ഖത്ത്,